വലിയ പ്രവൃത്തികളെ ചെയ്തെടുക്കുവാൻ ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന ഓരോ വ്യക്തികളും ഓരോ വിശ്വാസികളും ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. എന്റെ കൂടെ ഇന്ന് പറഞ്ഞാട്ടെ, കാൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് തന്റെ ശരീരത്തിൽ ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി രോഗിയല്ല, ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിന്റെ സമൃദ്ധിയെ അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. വലിയ പ്രവൃത്തികളാൽ ദൈവം നമ്മളെ നിറയ്ക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ഇന്ന് ചെയ്തെടുക്കുന്നല്ലോ. ഓരോ ദിവസവും അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ, രോഗസൗഖ്യങ്ങളായിക്കോട്ടെ, കർത്താവിൻ്റെ പ്രവൃത്തികളായിക്കോട്ടെ, ദൈവിക ആലോചന ഇടപെടുന്നതിൻ്റെ നിവൃത്തികളായിക്കോട്ടെ, അതൊക്കെയും കാണുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെയും കർത്താവ് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്, ഇതൊക്കെയും ദൈവം നമുക്ക് കേൾപ്പിച്ചു തരുന്നത് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ കഴിയുമെന്നും നിങ്ങളെ സഹായിപ്പാൻ ദൈവം ശക്തനാണെന്നും നമ്മോട് കർത്താവ് ഇന്ന് സംസാരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ ദൈവസന്നിധിയിൽ ഇന്ന് കേട്ടു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ഇന്ന് ഈ ദിവസങ്ങളിലൊക്കെയും പ്രാർത്ഥനയോടെ നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ട് വിശ്വസിച്ച് വരികയാണ്. ഇന്നും നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ പോകാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചനഭാഗവും വചന ചിന്തയും ആരെങ്കിലും ഓർക്കുന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. കർത്താവിൽ ഉറപ്പും നടത്താൻ വേണ്ടിയാണ് കർത്താവിൽ ഉറപ്പും ആമേൻ. കർത്താവിൽ ഉറപ്പും ധൈര്യവും ഉള്ളവരായി തീരാനുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് ഞാൻ എപ്പോഴും ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി അതൊക്കെയും ദൈവം വെച്ചിട്ടുണ്ട്. നമുക്കാണ് ടെൻഷൻ, ഭാരം. ദൈവത്തിന് ടെൻഷനില്ല. കർത്താവിന് നമ്മളെപ്പോലെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന് നമ്മുടെ ഭാവി അറിയാം. നമുക്ക് നോക്കിയിട്ട് കാണാത്ത നമ്മുടെ ഭാവി, അതായത് ചില മണിക്കൂറുകൾ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുവാൻ പോകുന്നു എന്ന് നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള ഒരു ഭയം നമ്മളിൽ കയറുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ടെൻഷൻ ഉണ്ടാവും. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കും. ആമേൻ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം വായിക്കാം. നമുക്ക് അതിനായിട്ട് തന്നെ ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷത്തിലേക്ക്, നമുക്ക് ആ വചനത്തിലേക്ക് ഒന്ന് പോകാം. പരിചിതമായ വാക്യമാണ്. കർത്താവിൻ്റെ കൃപയിൽ നമുക്കിന്ന് ഈ വചനത്തിൽ നിന്നും അല്പനേരം ഈ വചനം കേട്ടതിന് ശേഷം നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യമാണ്. ഈ വാക്യം കാണാൻ പറ്റുന്നവരെല്ലാം ഒരു നിമിഷം അതൊന്ന് നിങ്ങളൊന്ന് വായിച്ചാട്ടെ. ആ വാക്യം മാത്രം ഒന്ന് വായിച്ചാട്ടെ. 19-ാം വാക്യം മാത്രം. ആമേൻ. എനിക്ക് തോന്നുന്നത് മ്യൂട്ട് മാറ്റാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ആമേൻ. ഇവിടെ വചനം പറയുകയാണ്, മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. നമുക്കറിയാം, ഇതിന് തൊട്ട് മുമ്പിലത്തെ വാക്യങ്ങളിൽ നമുക്ക് വായിക്കുന്ന സമയത്ത് അവിടെ കാണാൻ കഴിയുന്ന ചില വചനഭാഗങ്ങളുണ്ട്. അവിടെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, ദൂതൻ അവരെ വിട്ടു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംസാരങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അവിടെ ബെത്ലഹേമിൽ സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെയും പറഞ്ഞതിന് ശേഷം, ആ ഇടയന്മാരുമായിട്ടുള്ള സംഭാഷണം എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ ബെത്ലഹേമിൽ കണ്ട ആ ഒരു ആട്ടിടയന്മാരുടെയൊക്കെ സന്ദർഭം എല്ലാം പറഞ്ഞതിന് ശേഷം ബൈബിൾ പറയുകയാണ്, മറിയ ഈ വാർത്ത ഒക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. നമ്മളിത് ശ്രദ്ധിച്ചോണം. നമ്മുടെ ഹൃദയം, ഞാൻ പലപ്പോഴും നമ്മൾ ഓർക്കാറും പറയാറും ഒക്കെയുണ്ട്,
നമ്മുടെ വിശ്വാസം പ്രവർത്തിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. നിങ്ങൾ ഈ കേൾക്കുന്ന വചനം ചെന്ന് എത്തിപ്പെടുന്നത് നിങ്ങളുടെ ഹൃദയത്തിലാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ എത്തിപ്പെടുന്ന വചനമാണ് നിങ്ങൾക്ക് വിശ്വാസമായി മാറുന്നത്. ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിലെ ഈ 2-ാം വാക്യത്തിൻ്റെ അകത്ത് ഇതിൻ്റെ 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന സമയത്ത് 2 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഹൃദയത്തിൽ സംഗ്രഹിച്ചു, അതായത് ആ ഹൃദയത്തിൽ അവരത് സൂക്ഷിച്ചിട്ട് ധ്യാനിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു. നമ്മളവിടെ ശ്രദ്ധിച്ചോണം, നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ വചനം പോകുന്നുണ്ട്, നമ്മൾ കാണാപ്പാഠം പഠിക്കുന്നുണ്ട്, സത്യമാണ്, നമുക്ക് വചനമൊക്കെ നന്നായിട്ടറിയാം. പക്ഷെ നമ്മൾ ദൈവവചനത്തെ ധ്യാനിക്കാറില്ല. ദൈവവചനം ധ്യാനിക്കുമ്പോഴാണ് നമുക്ക് കർത്താവിൻ്റെ വചനത്തിലുള്ള നന്മകളെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ കഴിയുന്നത്. നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കെയും പരിഹാരമാണ് ഞാൻ ഈ പറയുന്ന വചനം. അപ്പോൾ എങ്ങനെയാണ് സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ഈ വചനം മാറുന്നതെന്ന് നിങ്ങൾക്കൊരു സംശയം വന്നേക്കാം അല്ലേ? നമ്മുടെ സകല പ്രശ്നങ്ങളും എങ്ങനെയാണ് ഈ വചനത്തിലൂടെ മാറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ, ഇപ്പം നിങ്ങൾ പറയും, ബ്രദർ ഞാൻ ഒത്തിരി വചനം കേട്ടു, ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി സ്ഥലങ്ങളിൽ പോയി, ഒത്തിരി ബ്രദർമാരെ വിളിച്ചു, ഒത്തിരി ഇടങ്ങളിൽ പോയി, വീട്ടിൽ കുറേ പ്രാർത്ഥന വെച്ചു, പക്ഷെ എനിക്ക് ഒരു രക്ഷപ്പെടാൻ കഴിയുന്നില്ല. നിങ്ങൾ ഒത്തിരി വചനം കേട്ടതായിരിക്കാം, ഒത്തിരി വചനം കാണാപ്പാഠം പഠിച്ചവരായിരിക്കാം. നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ചോണം. ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നിങ്ങൾക്ക് വചനം കാണാപ്പാഠം അറിയാം, വചനം നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങൾക്ക് വചനമൊക്കെ നന്നായിട്ടറിയാം. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഈ വചനത്തെ ധ്യാനിക്കുവാൻ കഴിയുന്നില്ല. ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുകയാണ്, ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു. ഇനി ശ്രദ്ധിച്ചോണം, ഈ ധ്യാനിക്കുക എന്നുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ളത്, ധ്യാനിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം നിങ്ങൾ കേട്ടു. ഇപ്പം നിങ്ങൾക്ക് വചനം നന്നായിട്ടറിയാം, നിങ്ങൾ വചനമൊക്കെ കേട്ട് നന്നായിട്ട് ബലപ്പെട്ടിരിക്കുന്നു, ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു, വചനപ്രകാരമൊക്കെ പോകുവാൻ നിങ്ങൾ ശ്രമിക്കുന്നു, ഒക്കെ നമുക്കറിയാം. പക്ഷെ നിങ്ങൾ ദൈവവചനത്തെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന വചനത്തെ നിങ്ങൾ പുറത്തെടുക്കണം. എങ്ങനെ പുറത്തെടുക്കുന്നത്? അതിന് ഞാൻ മറ്റൊരു വാക്യം കൂടെ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. മർക്കോസ് ലീഹായുടെ സുവിശേഷത്തിൽ കർത്താവ് വിത്തിൻ്റെ ഉപമ പറയുന്നുണ്ട്. മർക്കോസ് 4:20 പറയുന്നു, നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവൻ തന്നെ അവൻ 30, 60, 100 മേനി വിളയും. ഇനി ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? പെട്ടെന്നൊരൊറ്റ വാക്കി പറയാൻ പറ്റുമോ? അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക. സമ്മതിച്ചു കൊടുക്കുക, അത് സ്വീകരിക്കുക. ആമേൻ. നമ്മൾ കുറേ ഉത്തരങ്ങൾ കേട്ടു. സ്വീകരിക്കുക എന്നും അംഗീകരിക്കുക എന്നും സമ്മതിക്കുക എന്നും കേട്ടു. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് സമ്മതിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പറയത്തില്ലേ, അത് ഞാൻ സമ്മതിക്കുന്നു. സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ അംഗീകരിക്കുന്നു, അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാനതിനെ റിസീവ് ചെയ്യുന്നു എന്നൊക്കെ അർത്ഥം വരും. എങ്കിലും സമ്മതിക്കുന്നു, നിങ്ങൾ പറയത്തില്ലേ ഞാനത് സമ്മതിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി അതിൻ്റെ മുകളിലോട്ടൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, ഇനി അതിനിടയിൽ ഞാനൊന്നും കൂട്ടിച്ചേർക്കുന്നില്ല, ഇനി ഇതിൻ്റെ താഴേക്കോ മുകളിലോട്ടോ ഞാൻ ചിന്തിക്കുന്നില്ല, ഞാനത് സമ്മതിച്ചു തന്നിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അംഗീകരിച്ചിരിക്കുന്നു, സ്വീകരിച്ചിരിക്കുന്നു, അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. അതായത് നിങ്ങളൊരു വചനം നിങ്ങളുടെ ഹൃദയത്തിൽ കയറിയാൽ എന്താ സംഭവിക്കുന്നറിയാവോ? നമ്മൾ ഭയങ്കര പ്രാർത്ഥിക്കും, നന്നായിട്ട് നമ്മൾ പ്രാർത്ഥനയ്ക്കൊക്കെ പോകും, നമ്മൾ സ്തോത്രം പറയും, പാട്ടുപാടും, ആരാധിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാറില്ല? ഞാൻ ഈ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോണം, അംഗീകരിക്കാറില്ല. എന്താണ് ഈ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ? ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമ്മൾ ചില നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, തോൽവി ചിലർ സമ്മതിക്കത്തില്ല. തോറ്റാലും അവരെന്ത് ചെയ്യത്തില്ല? ആ തോൽവിയെ സമ്മതിക്കത്തില്ല. നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നൊരു വാക്കല്ലേ, ഞാൻ ആ തോൽവി അംഗീകരിക്കുന്നില്ല. അതായത് അയാളുടെ ഉള്ളിൽ അയാൾ ആ തോൽവിയെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം താൻ ജയിച്ചു എന്ന് താൻ എന്ത് ചെയ്യുന്നു? തൻ്റെ ഉൾബോധ മനസ്സിൽ, തൻ്റെ മനസ്സിൽ, ചിന്തകളിലേക്ക് താൻ അംഗീകരിക്കുന്നു. അതായത് ഈ ദിവസങ്ങളിൽ ഒരു വചനം കേൾക്കുമ്പം നിങ്ങളുടെ പ്രശ്നത്തെ നിങ്ങൾ എന്ത് ചെയ്യരുത്? സമ്മതിച്ചു കൊടുക്കരുത്, അതായത് അംഗീകരിക്കരുത്. നിങ്ങൾ അംഗീകരിക്കേണ്ട എന്താണെന്നറിയാവോ? നിങ്ങൾ ആ പ്രശ്നത്തിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ തന്നെ നിങ്ങളിപ്പോൾ പറയാം, എൻ്റെ മകൻ്റെ വിഷയം, മകളുടെ വിഷയം, കുടുംബ വിഷയം വലിയ പ്രശ്നത്തിലാണ് ബ്രദർ ഞാനായിരിക്കും, ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ഞാൻ തകർന്ന് തരിപ്പടമായി തീരും. സമ്മതിച്ചു കൊടുക്കരുത്.
പകരം എന്ത് ചെയ്യണം? ഏത് വചനമാണോ നിങ്ങൾ വിശ്വസിക്കുക, ഞാനും എൻ്റെ കുടുംബവും, ഞാൻ എൻ്റെ തലമുറയായിട്ട് എൻ്റെ കുടുംബവുമായിട്ട് ഞങ്ങൾ ദൈവത്തെ സന്തോഷത്തോടെ ആരാധിക്കും ബൈബിൾ പറയുന്നു. അത് നിങ്ങൾ സമ്മതിക്കണം. ഇപ്പം മനസ്സിലായോ? സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള വിഷയത്തെ ഞാൻ എന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ഇതിനെ ഞാൻ എടുക്കുന്നില്ല, ഇതിനെ ഞാൻ സ്വീകരിക്കുന്നില്ല. പകരം ഞാൻ സമ്മതിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന വചനം എന്താണോ. നിങ്ങൾ ആദ്യം വായിച്ച വാക്യത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വരാം. ഇവിടെ പറയുകയാണ്, മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു, ധ്യാനിച്ചു കൊണ്ടിരുന്നു. ഇനി നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന വചനത്തെ നമ്മൾ സമ്മതിച്ചിട്ട് നിങ്ങൾ ആ വചനത്തെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ആ വചനത്തിൽ വേണം നമ്മൾ സ്റ്റെപ്പ് എടുത്തു വെക്കുവാൻ. ഹല്ലേലൂയ. ഇപ്പം നിങ്ങൾ ഉദാഹരണമായിട്ട് പറയും, നിങ്ങളിപ്പം നമ്മുടെ ഇടയിലൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ ഒത്തിരി ഇന്ന് സഹോദരി, എനിക്ക് തോന്നുന്ന സഹോദരി റാണി സഹോദരി ഒരു കാര്യം എന്ന് പറഞ്ഞു. റാണി സഹോദരിയുടെ ഹസ്ബൻഡ് ഗ്യാസ് ട്രബിളിൻ്റെ ബുദ്ധിമുട്ടിൽ ഒത്തിരി ഭാരപ്പെട്ട് സഹോദരി കൈവച്ച് അവിടെ പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് സൗഖ്യം നേടിയെന്ന ഒരു സാക്ഷ്യം എനിക്ക് വോയിസ് റെക്കോർഡിൽ അയച്ചു. രാവിലെ വിളിച്ച് സഹോദരിക്ക് ഒന്ന് സഹോദരി സാക്ഷ്യം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് മ്യൂട്ട് മാറ്റാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു. 32 വർഷമായിട്ട് ഡിപ്രഷന് ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി ഇന്ന് തന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ മ്യൂട്ട് മാറ്റാം. ഇപ്പം മ്യൂട്ട് മാറ്റിയത് പറയാൻ പറ്റുന്ന ഒരു സന്ദർഭമാണെന്ന് നോക്കിക്ക്. കേൾക്കാൻ പറ്റുന്നുള്ളൂ. രാവിലെ വിളിച്ച സഹോദരി പേര് ഞാൻ മറന്നുപോയി. പിള്ളേരുടെ വിഷയത്തിന് ഞാൻ ഇന്ന് ഫോൺ എടുത്തായിരുന്നു. ആ സഹോദരി ഇപ്പം എന്നെ കേൾക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്നുണ്ട്. രാവിലെ ഇന്ന് ഞാൻ ഫോൺ എടുത്ത സമയത്ത് എന്നോട് സംസാരിച്ചായിരുന്നു. എന്നോടൊരു കേൾക്കുന്നുണ്ടോ? സഹോദരിക്ക് മ്യൂട്ട് മാറ്റിയിട്ടും ആകുന്നില്ലായിരുന്നു എന്നോട് പറഞ്ഞത്. അപ്പോൾ എന്നോട് പറഞ്ഞു 32 വർഷമായിട്ട് സഹോദരിക്ക് ഡിപ്രഷൻ്റെ ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ എപ്പോഴും കിടക്കണം എന്നൊരു ചിന്തയായിരുന്നു. ഈ ഒരു കണ്ടീഷനിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമായിരുന്നു. എനിക്ക് വന്ന് 32 എനിക്ക് തോന്നുന്നു. എന്നാലും അത്ര ഒരു കണക്കുണ്ട്, ദീർഘമായൊരു കണക്കാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ആ വചനം കേട്ടുകൊണ്ടിരുമ്പോൾ തന്നെ എനിക്ക് ആ ക്ഷീണം എന്നെ വിട്ടുമാറി. എപ്പോഴും കിടക്കണം, അത് കിടക്കണം എന്നുള്ള ചിന്ത മാത്രമല്ല, കിടന്നാൽ അങ്ങ് കിടക്കും, പിന്നെ അവിടെ നിന്ന് എണീക്കാൻ ബുദ്ധിമുട്ടാണ്. ആ ഒരു ഡിപ്രഷൻ്റെ മൈൻഡിലായിരുന്നു ഇത്രയും വർഷം. എന്നാൽ വചനം കേട്ടപ്പം സെക്കൻഡുകൾക്കുള്ളിൽ അത് മാറി. ഇപ്പം കിടക്കാൻ തോന്നില്ല, നടക്കാനും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതിൻ്റെ അർത്ഥം ആ ഡിപ്രഷൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ബുദ്ധിമുട്ട് വിട്ടുമാറി. ആമേൻ. അപ്പം നമ്മുടെ ഹൃദയത്തിലോട്ട് കയറുന്ന വചനത്തെ നമ്മൾ എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. അത് നമ്മൾ സമ്മതിച്ചിട്ട് നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? അതിനെ ധ്യാനിക്കണം. ഇപ്പം മനസ്സിലായോ? എന്തുവായി ധ്യാനിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആ വചനപ്രകാരമായിരിക്കണം നമ്മൾ ഓരോ സ്റ്റെപ്പും വെക്കേണ്ടത്. ഹല്ലേലൂയ. ആ വചനപ്രകാരമായിരിക്കണം നിങ്ങൾ നടക്കേണ്ടത്. ഞാൻ അത് തന്നെ ഇതേ നമ്മൾ വചനത്തിൻ്റെ വിത്തിൻ്റെ ഉപമ പറഞ്ഞ അതേ വചനം ലൂക്കോസിൽ ആ വാക്യം ഒന്ന് എടുക്കാം. അതേ വചനം തന്നെയാണ്. നല്ല മണ്ണിൽ വിതച്ച വചനം കേട്ടോ, ഗുണമുള്ള ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കണം. അപ്പോൾ ആ വാക്ക് തന്നെ ഈ പറഞ്ഞ മർക്കോസിൽ അതേ വാക്ക് തന്നെ ലൂക്കോസിലേക്ക് വന്നപ്പോൾ ക്ഷമയോടെ എന്ത് ചെയ്യണം? ഫലം കൊടുക്കണം. അപ്പം നമ്മൾ പുറത്തേക്കൊരു ഫലം കാണാൻ പോവുകയാണ്. ലൂക്കോസിൽ പറഞ്ഞതുപോലെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിങ്ങൾ ആ വചനത്തെ ധ്യാനിക്കണം. ഈ ദിവസങ്ങളിൽ സമ്മതിച്ചു കൊടുക്കരുത്. നിങ്ങളുടെ പ്രശ്നം ചിലപ്പോൾ നിങ്ങളെ നോക്കി പറഞ്ഞേക്കാം, ഇതിൽ നിന്ന് ഒരിക്കലും ഒരു രക്ഷ ഉണ്ടാകത്തില്ല. പക്ഷെ വചനം എടുത്ത് കാണാപ്പാഠം പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രം ചെയ്യരുത്. നിങ്ങൾ സമ്മതിക്കണം. ഇല്ല, എൻ്റെ പ്രശ്നത്തെ ഞാൻ സമ്മതിച്ചു തരത്തില്ല. പകരം എൻ്റെ ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. ഞാൻ അതേ കാണാൻ പോകത്തുള്ളൂ. ഞാൻ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? മെഡിറ്റേറ്റ് ചെയ്യണം. നിങ്ങൾ വീടിൻ്റെ അകത്തിരിക്കുമ്പോൾ, ജോലി ചെയ്യുന്ന സമയത്തുമൊക്കെ, നിങ്ങൾ അടുക്കളയിൽ നിൽക്കുന്ന സമയത്തും, എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും നിങ്ങൾ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ആ വചനപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ നിങ്ങൾ വിഷൻ കാണണം. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളത് വിഷൻ കാണണം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ദൈവവചനം കേട്ടിട്ട് ആ വചനം ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ആ വചനത്തിൻ്റെ റിസൾട്ടിനെ നിങ്ങൾ കാണണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുക, വിദേശത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം പാസ്പോർട്ടൊക്കെ എടുത്ത് വിസ കാത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്വപ്നം മൊത്തം എങ്ങനെയായിരിക്കും? അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഞാൻ ഫ്ലൈറ്റിൽ ഇരിക്കുന്നു, ഞാൻ ലഗേജ് കൊടുക്കുന്നു, ഞാൻ ആ വിദേശത്ത് ചെല്ലുന്നു. എപ്പോഴും ആ ഒരു ചിന്തയിലായിരിക്കും നടക്കുന്നത്, അല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന സമയമാകുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളെ പോലും അറിയാതെ എപ്പോഴും ആ ഒരു ചിന്തയിൽ നടക്കും. നമ്മളെ കാണുന്ന ആൾക്കാർ പറയും, നിങ്ങൾ എന്നെ സ്വപ്നലോകത്തിലാണോ എന്ന് ചോദിക്കും.
കാരണം നമ്മളിങ്ങനെ ആ ഫ്ലൈറ്റിൽ കയറുന്നതും പോകുന്നതും ആ സന്തോഷത്തെ നമ്മൾ കാണുക, വിഷ്വലൈസ് ചെയ്യുക. ഇത് നമ്മൾ ഇതേപോലെ തന്നെ ഒരു വചനം കേട്ട് കഴിഞ്ഞാൽ ആ വചനം നിങ്ങൾ പറയുക മാത്രം ചെയ്യാതെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് എന്ത് ചെയ്യണം? അതിനെ സമ്മതിച്ചിട്ട്, സംഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ സൂക്ഷിച്ചിട്ട്, ആ വചനം നിങ്ങൾ മറന്നു പോകരുത്. ആ വചനം ചോദിച്ചാൽ പിന്നെ ബൈബിളിൽ തപ്പാൻ പോകരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് നിങ്ങൾ ആ വചനത്തെ സമ്മതിക്കണം. ഇപ്പം എന്നോട് തോമസ് ബ്രദർ ഒരു കാര്യം പറയുക, ഞാൻ ആ കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ പറയും ഞാനത് സമ്മതിച്ചു തരത്തില്ല. അതിൻ്റെ അർത്ഥം തോമസ് ബ്രദർ പറയുന്നതിനെ ഞാൻ അംഗീകരിക്കത്തില്ല, ഞാനത് സമ്മതിച്ചു തരത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ വിശ്വസിച്ചിട്ടുണ്ട്. ഞാൻ അത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ശ്രദ്ധിക്കത്തുള്ളൂ. ഇപ്പം മനസ്സിലായോ? അത് മാത്രമേ ഞാൻ മൈൻഡ് ചെയ്യത്തുള്ളൂ. അതായത് നിങ്ങൾ എന്താണോ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കേട്ടത്, ആ കേട്ടതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? സമ്മതിക്കണം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ദൈവവചനത്തിൽ എന്തു പറഞ്ഞിട്ടുണ്ടോ അതേ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ എന്ന് പറ. ആമേൻ. അതേ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ. അപ്പൊ എവിടെയാണ് നമ്മൾ ബ്ലോക്ക് ആവുന്നറിയോ? നമുക്ക് വിഷ്വല് കാണാൻ പറ്റാത്തോടത്താണ് നമ്മൾ ബ്ലോക്ക് ആയി പോകുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വിഷ്വൽസ് കാണണം. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത്, വീടിൻ്റെ അകത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾ കടം കയറി മുടിഞ്ഞ് നശിച്ചു പോകുന്നൊന്നും കാണരുത്. പകരം എന്ത് ചെയ്യണം? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ വഴികൾ വചനപ്രകാരം ഒരുക്കുന്നത് കാണണം. ഞാൻ ഇന്നലെ ആ വചനം പറഞ്ഞ സമയത്ത് സംസാരിച്ചായിരുന്നു. 5 അപ്പം കൊണ്ട് കർത്താവ് 5000 പേരെ പോഷിപ്പിച്ച കാര്യം പറഞ്ഞു. അപ്പോൾ 1-2 കാര്യങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു. വീട്ടിലൊരു അപ്പം ഉണ്ടാക്കണമെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടല്ലേ? മാവ് കുഴയ്ക്കണം, അത് തീ കൂട്ടണം, അതിൻ്റെ അകത്തോട്ട് എന്ത് ചെയ്യണം? ചട്ടുകം വെക്കണം, കോരണം, എന്തെല്ലാം ബുദ്ധിമുട്ടല്ല. ഇതൊന്നും ഇല്ലാതെ കർത്താവ് നിമിഷ നേരം കൊണ്ട് ഒരു ഹോട്ടൽ പോലും ഇല്ലാത്ത സ്ഥലത്ത് ഇത്രയും ആൾക്കാർക്ക് വിത്തിൻ സെക്കൻഡുകൾക്കകത്ത് 5000+ ആൾക്കാർക്ക് വേണ്ടിയുള്ള അപ്പവും മീനും എന്ത് ചെയ്തു? കർത്താവ് കൊടുത്തു. നമ്മുടെ ബുദ്ധിയിൽ ആശ്ചര്യമാണ്. ഇതേപോലെ നിങ്ങൾ ചിന്തിക്കാൻ പഠിക്കണം. ഒരു വചനം കേട്ടിട്ട്, എൻ്റെ ബ്രദറെ ഞാൻ വചനമെല്ലാം കേൾക്കുന്നുണ്ട്, ഇങ്ങനെ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാവോ? നിങ്ങൾ ഹൃദയത്തിൽ നിങ്ങൾക്ക് വചനമുണ്ട്, പക്ഷെ 2 കാര്യങ്ങൾ നടക്കുന്നില്ല. 1, നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. 2, നിങ്ങൾ ധ്യാനിക്കുന്നില്ല. ഇത് രണ്ടും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? ഇത് രണ്ടും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടാകുകയും ആ വിശ്വാസം നിങ്ങളെ ശക്തിപ്പെടുത്തും. എങ്ങനെ ശക്തിപ്പെടുത്തുമെന്ന് അറിയാവോ? ആ വിശ്വാസം നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. എന്താ സംസാരിക്കാൻ പോകുന്നറിയാവോ? ഇല്ല, നിങ്ങൾ തകരത്തില്ല, നമ്മൾ രക്ഷപ്പെടും. അങ്ങനെ ആർക്കെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിൽ ഈ 2 കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഇത് വരുന്നില്ല ബ്രദറെ, പകരം എനിക്ക് വചനം ഞാൻ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനും ഭയങ്കര സങ്കടവും ഭയങ്കര നിരാശയുമാണ്, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് രണ്ടും നിങ്ങളുടെ ഹൃദയത്തിൽ നടക്കുന്നില്ല. അപ്പോൾ ഇത് നടക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ വചനത്തെ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ ഉദാഹരണം പറയുകയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാം. ഞാനിപ്പോൾ പറയാം, എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. ഞാൻ മറ്റൊരു വാക്യം പറയാം, നമുക്ക് പരിചിതമായൊരു വാക്യം പറയാം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും ഒരിക്കലും എനിക്ക് ഒരു ദോഷവും വരത്തില്ല. ശ്രദ്ധിച്ചോണം, ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരത്തില്ല. പക്ഷെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത്, നിങ്ങളുടെ ചുറ്റുവട്ടം, നിങ്ങളുടെ അയൽവക്കം, നിങ്ങളുടെ നാട്, എവിടെയെങ്കിലും നിങ്ങൾക്കൊരു പ്രശ്നം വന്നെന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ വചനം കാണാപ്പാടമായി കിടപ്പുണ്ട്, ഹൃദയത്തിൽ സംഗ്രഹിച്ച് കിടപ്പുണ്ട്, അത് നിങ്ങൾക്ക് സേവായി കിടപ്പുണ്ട്. പക്ഷെ ആ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു സങ്കടം അകത്തോട്ട് കയറി. ഇനി ശ്രദ്ധിച്ചോണം, ഈ സങ്കടം വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വചനത്തെ നിങ്ങൾ സമ്മതിക്കണം. അതായത് ആ പ്രശ്നം നിങ്ങളുടെ സമാധാനത്തെ കെടുത്താൻ വരുമ്പോൾ നിങ്ങൾ തിരിച്ചു പറഞ്ഞു, ഇല്ലില്ല, ഒന്നും എനിക്ക് ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഞാൻ പറഞ്ഞത് ലൂക്കോസിലെ വചനമാണ്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. അത് എന്നോട് തന്നെ ഞാൻ പറയുകയും, 2 ഞാൻ ധ്യാനിക്കുന്നത് എന്നാന്ന് വെച്ചാൽ കണ്ണടച്ചിട്ട് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന കരയിപ്പിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, വിഷയമായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, അതിൽ നിന്നും നിങ്ങൾ സൗഖ്യമാകുന്നതും നിങ്ങൾ ആ വിഷയത്തിൻ്റെ മേൽ നിങ്ങളെ എതിർക്കുന്ന ആൾക്കാർ മൊത്തം പറയുകയാണ്, അയ്യോ നിങ്ങളോട് ക്ഷമിക്കണം, എനിക്കാ തെറ്റുപറ്റിയത് എന്ന് പറഞ്ഞ് അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് കാണുന്നതാണ് ധ്യാനിക്കുക. എന്താണോ ദൈവവചനം അത് നാം കാണുമ്പോഴാണ് ആ വചനത്തിലുള്ളത് നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസമായി മാറുന്നത്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ വചനം സ്റ്റക്കായിട്ട് അവിടെ നിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈ വചനം അവിടെ സ്റ്റക്കായി നിന്നിട്ട് നമുക്ക് വചനം അറിയാം, പക്ഷെ നമ്മുടെ ഭാവിയിലേക്ക് ഈ വചനം കയറത്തില്ല.
നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പല ബ്രദർമാർ നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ പല പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി അയക്കുന്നുണ്ട്. പക്ഷേ വിഷയങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നതിൻ്റെ കാരണം നമ്മൾ ഏറ്റവും ഒടുവിൽ വായിച്ച വാക്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരം കിടപ്പുണ്ട്. ഈ വാക്യം ശ്രദ്ധിച്ചോണം. ലൂക്കോസ് 8 പറയും, നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വചനമോ വചനം കേട്ട് ഗുണമുള്ള ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ട് അവിടെ കൊണ്ട് നിൽക്കുമല്ല, ക്ഷമയോടെ ഫലം കൊടുക്കും, പുറത്തേക്ക് ഫലമായിട്ട് മാറും. കേറിയത് വിത്താണെങ്കിൽ, വചനം വിത്താണെങ്കിൽ പുറത്തേക്ക് അത് ഫലമായിട്ട് മാറും, സാക്ഷ്യമായിട്ട് മാറും. ആമേൻ. അപ്പം നമ്മൾ വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പം രോഗികളായി ഭാരപ്പെടുന്ന ഒരു വ്യക്തി, ശരിയാ, വേദന അവിടെയുണ്ട്, രോഗം അവിടെയുണ്ട്, പ്രശ്നം അവിടെയുണ്ട്, പക്ഷെ നിങ്ങൾ അംഗീകരിക്കരുത്. എന്താണ് ഈ അംഗീകരിക്കുക എന്ന് പറഞ്ഞപ്പോൾ, ബ്രദറെ എൻ്റെ കയ്യിൽ ഈ വേദന എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഈ വേദന നിമിത്തം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ, ഈ രോഗം ഞാൻ സ്കാൻ റിപ്പോർട്ടിൽ കണ്ടതാണല്ലോ, ബ്ലഡിൽ ഞാൻ കണ്ടതാണല്ലോ രോഗമുണ്ടെന്ന്, ഡോക്ടർ എന്നോട് പറഞ്ഞാണല്ലോ MRI എടുത്തപ്പോൾ ഇതെനിക്ക് രോഗമുണ്ടെന്ന്, എനിക്കത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണല്ലോ, ഇതെല്ലാം സത്യമാണ്. പക്ഷെ നിങ്ങൾ അംഗീകരിക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ, യേശുവിൻ്റെ തിരുമുറിവിനാൽ എൻ്റെ ശരീരത്തിൽ ആരോഗ്യവും സൗഖ്യവും വന്നിരിക്കുന്നു, ഞാൻ അതേ സമ്മതിക്കത്തുള്ളൂ. ഈ രോഗത്തിനെ ഞാൻ അംഗീകരിക്കുന്നില്ല, ഈ സൗഖ്യത്തെ ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് വചനം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആ രണ്ടാമത്തെ വാക്യത്തിൽ കേട്ടതുപോലെ ആ വാക്യത്തിൽ നിങ്ങൾ ഈ അംഗീകരിക്കുകയും വചനം കേൾക്കുകയും അംഗീകരിക്കുകയും. എൻ്റെ കൂടെ പറഞ്ഞിട്ട്, വചനം കേൾക്കുന്നത് ഞാൻ അംഗീകരിക്കുന്നു എൻ്റെ കൂടെ എന്ന് പറഞ്ഞ്, ഞാൻ എന്താണോ കേൾക്കുന്നത് അതേ ഞാൻ അംഗീകരിക്കത്തുള്ളൂ എന്ന് പറ. ഞാൻ എന്താണോ ഒന്നുകൂടെ ഞാൻ പറയാം, എന്താണോ കേൾക്കുന്നത്, ഏത് വചനമാണോ കേൾക്കുന്നത് അത് നിങ്ങൾ അംഗീകരിക്കുക. നമ്മൾ പറഞ്ഞു ഞാൻ അംഗീകരിച്ച് തരത്തില്ല, കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ, ഞാനത് സമ്മതിച്ച് തരത്തില്ല, ഞാൻ സമ്മതിച്ച് തരത്തില്ല നമ്മൾ പറയാറില്ലേ, ഞാനത് സമ്മതിച്ച് തരത്തില്ല. എൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഞാനത് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾ പറഞ്ഞതിനെ അംഗീകരിക്കത്തില്ല. ഈ ദിവസങ്ങളിൽ ഏത് പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും വചനം കാണാപ്പാടം പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ വചനത്തിന് വിരോധമായിട്ടുള്ള വിഷയത്തെ നിങ്ങൾ അംഗീകരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞ്, ഒരു പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് സങ്കടം വരും, നമുക്ക് ഭയങ്കരമായിട്ട് വിഷമങ്ങൾ വരും, പക്ഷെ അതിൽ തുടരുവാൻ അനുവദിക്കരുത്, നിർത്തിക്കോണം. പെട്ടെന്ന് കണ്ണുനീര് വന്നെങ്കിൽ, കരച്ചിൽ വന്നെങ്കിൽ കുറേ നേരം ആ വചനം വിളിച്ചു പറയണം, എന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല, ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരത്തില്ല, കണ്ണടച്ചുകൊണ്ട് ഇത് പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വിഷയത്തിൻ്റെ മേൽ, ബ്രദറെ എനിക്ക് യേശു ഒരു അത്ഭുത സാക്ഷ്യം ചെയ്തെന്ന് പറയുന്നത് നിങ്ങൾ തന്നെ കണ്ടുകൊണ്ട് എന്ത് ചെയ്യണം? അത് വചനം പറയണം. ഇപ്പം മനസ്സിലായോ? ഉദാഹരണം ഞാൻ പറയുക, നിങ്ങൾ ഏതെങ്കിലും രോഗത്താൽ ഭാരപ്പെടുക, ഞാൻ എപ്പോഴും ഈ രോഗം എന്നുള്ള ഉദാഹരണം പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്നതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ രോഗത്താൽ ഭാരപ്പെടുക, നിങ്ങൾ വചനം നിങ്ങൾക്ക് മനസ്സിലായി, കർത്താവിൻ്റെ തിരുമുറിവിലാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നുള്ള വചനം കിട്ടി, മനപ്പാഠം പഠിച്ചു, അത് കാണാപ്പാഠം പഠിച്ച് ഹൃദയത്തിൽ കിടപ്പുണ്ട്, അത് ഞാൻ എന്ത് ചെയ്തു? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ, രോഗം അവിടെ ഉള്ളപ്പോഴും ഞാൻ പറയുകയാണ്, യേശുവിൻ്റെ മുറിവിൽ സൗഖ്യമാക്കണേ, തരണേ, കിട്ടണേ, നടക്കണേ എന്നല്ല. കർത്താവിൻ്റെ തിരുമുറിവിനാൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആർക്കെങ്കിലും അറിയാവോ വചനം? കർത്താവിൻ്റെ തിരുമുറിവിനാൽ എന്ത് സംഭവിച്ചിരിക്കുന്നു? കണ്ടോ? യേശാവ് 53 പറയുന്ന വചനം അതാണ്. കർത്താവിന്റെ തിരുമുറിവിനാൽ സൗഖ്യമാക്കണേ എന്നല്ല, കർത്താവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നേക്കുമെന്നല്ല, കർത്താവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം കിട്ടുമോ ഇല്ലയോ എനിക്ക് ഉറപ്പില്ലെന്നല്ല, കർത്താവിന്റെ തിരുമുറിവിനാൽ നിങ്ങൾ സൗഖ്യം ആയിരിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം സൗഖ്യമായിരിക്കുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വേദന സത്യമാണോ? അംഗീകരിക്കരുത്. അയ്യോ ബ്രദറെ, ഞാനിപ്പോൾ അനുഭവിക്കുന്ന വേദന കൊണ്ട് ഞാൻ പൊളയുക, കൈവച്ചിട്ട് പറയണം, കർത്താവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യമാക്കണേ എന്നല്ല, വചനം പറയുന്നു സൗഖ്യമാക്കിയിരിക്കുന്നു. ശ്രദ്ധിച്ചോണം, ആ ഒരു ഗ്രാമറിൻ്റെ വ്യത്യാസം കണ്ടോ? രോഗം അവിടെ ഇരിക്കുമ്പോൾ തന്നെ ബൈബിൾ പറയുന്നു കർത്താവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? രോഗത്തെ അംഗീകരിക്കരുത്, രോഗത്തെ സമ്മതിച്ചു കൊടുക്കരുത്, പകരം വചനത്തെ അംഗീകരിക്കണം. അതിൻ്റെ അർത്ഥം നിങ്ങൾ സമ്മതിക്കേണ്ടത് ഞാൻ രോഗിയാണെന്നല്ല, യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് സൗഖ്യമുണ്ട്, ഞാൻ അതേ അംഗീകരിക്കത്തുള്ളൂ. ഇനി ഇത് പറയുന്നതൊക്കെ ശരിയാ ബ്രദറെ, പറയാനും കേൾക്കാനും നല്ല രസമാണ്. എന്നിട്ട് കണ്ണടച്ചിട്ട്, ബ്രദറെ എനിക്കൊരു സാക്ഷ്യമുണ്ട് ബ്രദറെ, എനിക്ക് ഇന്ന രോഗമായിരുന്നു ബ്രദറെ, എൻ്റെ കുടുംബത്തിൽ വലിയ വിഷയമായിരുന്നു ബ്രദറെ, യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു എന്ന് സാക്ഷ്യം പറയുന്നത് കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. ഇതാണ് ധ്യാനിക്കുക എന്ന് പറയുന്നത്. ആ വചനം
നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് അത് കണ്ടുകൊണ്ട് വേണം കർത്താവിൻ്റെ വചനത്തെ നിങ്ങൾ പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ, അവിടെ നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസം എന്ന് പറയുന്ന ഏറ്റവും വലിയ ആയുധം ആക്ടിവേറ്റഡ് ആകും. വിശ്വാസം ആക്റ്റീവായാൽ എന്നാ ഗുണമെന്നറിയാവോ, ദൈവവും നിങ്ങളും തമ്മിൽ കണക്റ്റഡ് ആകും. ഒരു സാധാരണ മനുഷ്യരായ നിങ്ങളും സകല പ്രപഞ്ചത്തെ നിർമ്മിച്ച ദൈവവും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഏറ്റവും വലിയൊരു ചാലകമാണ് ഫെയ്ത്ത്. വിശ്വാസത്തിലൂടെ ദൈവവും നിങ്ങളും തമ്മിൽ കണക്റ്റഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ, യേശുക്രിസ്തു പറഞ്ഞൊരു വാക്കുണ്ട്, രക്തസ്രവക്കാരിയായ സ്ത്രീ യേശുവിനെ തൊട്ടു, ഉടനെ യേശു പറഞ്ഞു എന്നെ ആരോ തൊട്ടു. കർത്താവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു ഇത്രയും പുരുഷാരം തിക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവെ അങ്ങേ തൊട്ടത് ആരെന്ന് ഞങ്ങൾ എങ്ങനെ അറിയും? യേശുവിൻ്റെ മറുപടി, എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടു. ഇപ്പം മനസ്സിലായോ? യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ടു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എന്നെ തൊട്ടു. അപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ പറയാം, കർത്താവ് ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ തിക്കി തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശുവെ അങ്ങേ തൊട്ടത് ആരാന്ന് എങ്ങനെ കണ്ടുപിടിക്കും? യേശു പറയുകയാണ്, എൻ്റെ നിന്നും ശക്തി ആരാണോ വലിച്ചെടുത്തത് അവൻ്റെ പേരാണ് വിശ്വാസി. ഇപ്പം മനസ്സിലായോ? ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കുന്നത് നിർത്തിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ സാക്ഷ്യമായി തീരും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ എവിടെയാ സ്റ്റക്കായി പോകുന്നറിയാവോ? നമ്മൾ സ്റ്റക്കായി പോകുന്നത് ഈ ഒരു സ്ഥലത്താണ്. നമ്മൾ സ്റ്റക്കായി പോകുന്നത് ലൂക്കോസിൽ നമ്മൾ വായിച്ചു, മറിയ ഈ വാർത്തയൊക്കെയും കേട്ടു. ശ്രദ്ധിച്ചോണം, ഈ വാർത്ത കേട്ടു, വചനം കേട്ടു, ഹൃദയത്തിൽ കാണാപ്പാടം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഏത് രാത്രി വിളിച്ചു ചോദിച്ചാലും വചനം കാണാപ്പാടമാണ്, വീട്ടിൽ മൊത്തം ഒട്ടിച്ചു വെച്ചേക്കുവാണ്, വഴിയിലെല്ലാം നടക്കുമ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുവാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നറിയാവോ? ഈ ധ്യാനം നടക്കുന്നില്ല. 2 മർക്കോസിൽ പറഞ്ഞതുപോലെ കേട്ടിട്ട് അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ, ഓ ബ്രദറെ ഞാൻ വിശ്വസിക്കുന്ന ബ്രദറെ എന്ന് പറയുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പം മനസ്സിലായോ? ഇപ്പം ഞാനിത് പറഞ്ഞത് വെച്ച് എന്താണ് ഈ അംഗീകരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായവരുണ്ടെങ്കിൽ പെട്ടെന്ന് ദീർഘമായിട്ട് പറയണ്ട, എന്താന്നുള്ളതെന്ന് പറഞ്ഞ്. ഉൾക്കൊള്ളുക, സ്വീകരിക്കുക, വിശ്വസിക്കുക, പൂർണ്ണമായി വിശ്വസിക്കുക, സാഹചര്യം ആ സാഹചര്യമായി പൂർണ്ണമായി വിശ്വസിക്കുക, എനിക്കത് മാത്രം കേട്ടാൽ മതി. അതായത് ആ കേട്ടതിനെ സമ്മതിച്ചു കൊടുക്കുക. നിങ്ങൾ ഏത് വചനമാ കേട്ടത് അത് പറയണം, ഞാൻ ഇതേ സമ്മതിക്കത്തുള്ളൂ. നമ്മൾ പറയത്തില്ല ഞാനിത് അംഗീകരിക്കത്തില്ല, ഞാനിത് സമ്മതിച്ചു തരത്തില്ല. കണ്ടില്ലേ ഇങ്ങനെ ആൾക്കാർ വാശി പിടിക്കുന്നത്? ഇതുപോലൊരു വാശി നിങ്ങൾക്ക് വേണം. മനുഷ്യനോടല്ല വാശി, നമ്മുടെ വിഷയത്തോടൊരു വാശി. ഓ ബ്രദറെ ഞാൻ പ്രാർത്ഥിച്ച് മടുത്തു ബ്രദറെ. എൻ്റെ അർത്ഥം എന്നാന്നറിയാം, ഞാൻ ഇന്നു മുതൽ ആ വിഷയത്തെ അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കുക, ഇനി രക്ഷപ്പെടത്തില്ലെന്ന് വിട്ടുകൊടുക്കരുത്. മനസ്സിലായോ? നാം എപ്പോഴാണോ നമ്മുടെ വിഷയത്തെ നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നത്, ആ നിമിഷം മുതൽ നമ്മുടെ വിശ്വാസം അവിടെ പ്രവർത്തിക്കത്തില്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന വചനത്തിന് ശക്തിയുണ്ട്, പക്ഷെ ആ ശക്തി നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരാത്തതിൻ്റെ കാരണം നിങ്ങൾ ആ വചനത്തെ അംഗീകരിക്കുന്നില്ല. ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നു എന്ന് പറയുന്ന വാക്കല്ല, പകരം ഇല്ലില്ല ഞാൻ അത് അംഗീകരിക്കുന്നത്. പക്ഷെ വലിയ പ്രശ്നത്തിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. പക്ഷെ പറയണം, അത്ഭുതമേ ഞാൻ കാണും. എൻ്റെ അർത്ഥം ഈ വിഷയത്തെ ഞാൻ കൈക്കൊള്ളുന്നില്ല, പകരം അത്ഭുതത്തെ ഞാൻ കൈക്കൊള്ളുന്നു, അതേ ഞാൻ സമ്മതിക്കത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് നിങ്ങൾ അതിനെ ധ്യാനിക്കണം. ആ വചനം ഒന്ന് കാണാൻ ശ്രമിച്ചു. ഈ ദിവസങ്ങളിൽ എന്തോ വലിയ ദോഷം സംഭവിക്കാൻ പോകുന്നു, എന്തോ വലിയ പ്രശ്നം വരാൻ പോകുന്നു എന്നുള്ളത് മനസ്സിങ്ങോട്ട് പറയുമ്പോൾ ശരിയാ എന്ന് പറയരുത്. ഒരനർത്ഥവും എനിക്ക് വരത്തില്ലെന്ന് തിരിച്ചു പറയണം. ഒരനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിൻ്റെ മേൽ അടുക്കത്തില്ലെന്ന് തിരിച്ച് നിങ്ങളോട് തന്നെ പറയണം. അപ്പം നമ്മുടെ അകത്തൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. എന്താ ഫൈറ്റ് എന്നറിയാവോ? നിങ്ങളെ അംഗീകരിപ്പിക്കുക എന്നുള്ളൊരു ഫൈറ്റ്. വിട്ടുകൊടുക്കരുത്. രക്ഷപ്പെടുമെന്ന് പറയണം, അനുഗ്രഹമായി തീരുമെന്ന് പറയണം. ഈ വിഷയങ്ങളൊക്കെ മാറിയിട്ട് ഞാൻ യേശുവിൻ്റെ സാക്ഷിയാകും. അപ്പോഴാരാണ്ട് പറഞ്ഞത് കേട്ടോ, ആരോ എന്നെ നോക്കി പറഞ്ഞ് ഞാൻ മരിച്ചു പോകും. നിങ്ങൾ പറയണം, ഞാൻ എൻ്റെ സാക്ഷ്യങ്ങളും അത്ഭുതങ്ങളും കാണാതെ ഞാൻ മരിക്കത്തില്ല. അതുകൊണ്ട് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായോ? എൻ്റെ അർത്ഥം ദൈവപ്രവൃത്തി ഞാൻ പറയാതെ മരിക്കത്തില്ലെന്നാണ് സങ്കീർത്തനത്തിൻ്റെ അർത്ഥം. ഇപ്പം മനസ്സിലായോ?
നമ്മൾ ഓർക്കും ആ വചനം വായിക്കുമ്പം ആ എഴുതിയ ആള് ജീവനോടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നല്ല, താൻ എന്താണോ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനും അത്ഭുതമാണ് അത് പറയാതെ താൻ മരിക്കത്തില്ല. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വസിക്കുന്ന വ്യക്തികളായ നിങ്ങളോട് തന്നെ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചോളാം. ഞാൻ അടുത്ത ദിവസങ്ങളിൽ കീവേഡായിട്ട് ചോദിക്കും. ഒന്ന്, കേട്ട വചനത്തെ എന്ത് ചെയ്തു? അംഗീകരിക്കുകയും എന്ത് ചെയ്തു? ആ വചനത്തെ ധ്യാനിക്കുകയും ചെയ്തു. കേട്ടത് ഹൃദയത്തിൽ സംഗ്രഹിച്ച്, അതായത് ഹൃദയത്തിൽ അതിനെ സേവ് ചെയ്തു, സൂക്ഷിച്ചും അംഗീകരിച്ചും ധ്യാനിച്ചും. ഇത് 3 നടന്നാൽ, ചെയ്തു നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ സാക്ഷ്യമായി നിങ്ങളുടെ ജീവിതത്തെ മാറുവാൻ ഇടയായിത്തീരും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചോണം, വചനം പറഞ്ഞുകൊണ്ട് നടക്കുക മാത്രം ചെയ്യരുതേ. വചനം പറയുമ്പോൾ നിങ്ങൾ തന്നെ ഞാൻ സമ്മതിച്ച് തരത്തില്ല, അയ്യോ ബ്രദറെ എനിക്കറിയത്തില്ല, എനിക്കൊരു സമാധാനമില്ല, ഭയം എന്നെ മൂടുക, എന്നിട്ട് പറയണം ഇല്ല കർത്താവ് എൻ്റെ കൂടെയുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഭയപ്പെടത്തില്ല പറയണം. ഞാൻ ഭയപ്പെടത്തില്ലെന്ന് പറയണം. ഭയം മാറണേ 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 എന്ന് പ്രാർത്ഥിച്ചാൽ ഭയം മാറത്തില്ല കേട്ടോ. നിങ്ങൾ ചിന്തിക്കുമല്ലേ, മാറണേ മാറണേ എന്ന് പറഞ്ഞാൽ മാറത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വചനത്തിൻ്റെ ഒരു ട്യൂണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബൈബിൾ പറയുന്നു യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ വാക്കിൽ ഞാൻ വേഗത്തിൽ ഒന്ന് എടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഏതൊരു നമുക്കറിയാം, നമ്മൾ പഠിച്ചേക്കുന്നതിൻ്റെ അകത്ത് ലാംഗ്വേജുകൾ പഠിക്കുന്ന സമയത്ത് ഒരു ഗ്രാമറുണ്ട് അല്ലേ? നമ്മൾ അതിനെ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. നടന്നുകൊണ്ടിരിക്കാൻ പല കാര്യം. അപ്പം ഈ മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നപ്പോഴും നമ്മൾ ആ ഒരു വാക്കിനെ തെറ്റായി നമ്മൾ പറയുമ്പോഴാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, നിങ്ങളുടെ ശരീരത്തിൽ രോഗമിരിക്കുന്ന ഒരു വ്യക്തി, ഇപ്പോൾ ക്യാൻസർ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി, മറ്റെന്തും ആയിക്കോട്ടെ, ഏത് രോഗത്തിലിരിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, ആ വ്യക്തി ഒരു മെഡിക്കൽ റിപ്പോർട്ടുമായിട്ട് വരുന്ന സമയത്ത്, നിങ്ങളൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് അയാൾ പറയുകയാണ്, അയ്യോ ഞാൻ എനിക്കിപ്പോൾ രോഗമുണ്ട്, മെഡിക്കൽ റിപ്പോർട്ട് കയ്യിരിക്കുക. നിങ്ങൾ ഏത് വചനപ്രകാരം പ്രാർത്ഥിക്കും? നിങ്ങൾക്ക് ഈ വചനം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. യെശയ്യാവ് 53 ഷേർലി സഹോദരി ആ വാക്യം നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇപ്പം നിങ്ങൾ ആ ടേം ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പോൾ ഈ ഒരു മെഡിക്കൽ റിപ്പോർട്ടുമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ പോയിട്ട് നിങ്ങൾ പറയുകയാണ്, സഹോദര യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോൾ ആ പുള്ളി ചോദിക്കുവാണ്, പിന്നെ ഈ മെഡിക്കൽ റിപ്പോർട്ട് എന്തുവാ പറയുന്നത്? ഇത് കണ്ടോ, ഇത് നോക്കിക്കേ, അതിനകത്ത് എഴുതി വെച്ചേക്കുന്നുണ്ടോ ഇന്ന രോഗമുണ്ട്. അപ്പം നിങ്ങൾ ബൈബിൾ തുറക്കണം. ബൈബിൾ പറയുന്നു യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ഒരു ഫൈറ്റ് അവിടെ ഉണ്ടായത് കണ്ടോ? ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു വിചാരിച്ചു, യേശുവിൻ്റെ തിരുമുറിവിനാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നേക്കും, വരുവായിരിക്കും, കിട്ടിയേക്കും, ആക്കണേ എന്നൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലായിരുന്നു, നമുക്ക് കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളിത് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങൾ രോഗിയല്ല. അപ്പോൾ ഈ മെഡിക്കൽ റിപ്പോർട്ടോ ഏതെങ്കിലും ഒന്നേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ, സമ്മതിക്കാം. ഒന്നെങ്കിൽ ബൈബിൾ സമ്മതിക്കണം, അല്ലെങ്കിൽ റിപ്പോർട്ട് സമ്മതിക്കണം. റിപ്പോർട്ട് അവിടെ ഇരിക്കുമ്പോഴും പറയണം യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? അതുകൊണ്ട് ഭയപ്പെട്ടിരിക്കുന്ന ആരൊക്കെയോ കർത്താവ് ഇടപെടുകയാണ്. ഭയം മാറണേന്ന് പ്രാർത്ഥിക്കരുത്. കർത്താവ് എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഭയപ്പെടത്തില്ല എന്ന് പറയണം. കർത്താവ് എൻ്റെ കൂടെയുണ്ട്, ഞാൻ ജയിക്കുമെന്ന് പറയണം. കർത്താവ് എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഉയർച്ച പ്രാപിക്കുമെന്ന് പറയണം. കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ചേർക്കണം. അതൊരു ധൈര്യമാണ് നമുക്ക് കേട്ടോ. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നേ അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞാൽ ഒരു വ്യക്തി പറയുകയാണ് ഞാൻ സമ്മതിച്ച തരത്തിൽ എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ അവിടെയുണ്ട്. അദ്ദേഹത്തെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്നുള്ളൊരു വിഷയം അവിടെയുണ്ട്. അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. അതേ താൻ എന്ത് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ, രോഗത്താൽ ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിക്കുവാൻ തയ്യാറായിക്കോട്ടെ. കർത്താവിൻ്റെ തിരുമുറിവിനാൽ നമുക്ക് ആരോഗ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ തിരുമുറിവിനാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ ഏതാണോ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ദൈവത്തെ സേവിക്കും. അയ്യോ ബ്രദറെ, എൻ്റെ കുടുംബക്കാരും വിശ്വാസം വന്നിട്ടില്ല, എൻ്റെ പിതാവ് വന്നിട്ടില്ല, എൻ്റെ സഹോദരങ്ങൾ വന്നിട്ടില്ല, എൻ്റെ കുടുംബത്തിൽ ആരും വന്നിട്ടില്ല. നമ്മൾ തന്നെ ആ വിഷയത്തെ അംഗീകരിക്കുക. ബൈബിൾ ശ്രദ്ധിച്ചു നോക്കിയ കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിച്ചേക്കും എന്നല്ല, രക്ഷ പ്രാപിക്കും. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ, പേടിക്കണ്ട, പുറകെ എല്ലാം വരും.
നിങ്ങൾ വിശ്വസിച്ച ഒറ്റ കാരണം, നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ, പുറകെ വന്നിരിക്കും. ഞാൻ പറഞ്ഞത് ഇവിടെയാണ് നമ്മൾ സ്റ്റക്കായി കിടക്കുന്നത്. നമുക്ക് വചനം അറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് പണ്ട് മുതലുള്ള സ്വഭാവമാണ്, പണ്ട് മുതലെന്ന് പറഞ്ഞാൽ വിശ്വാസി വന്നപ്പോൾ കിട്ടിയൊരു സ്വഭാവമാണ്. ഞാൻ ഏത് വചനം കിട്ടിയാലും എഴുതി വെക്കും, കാണാപ്പാഠം പഠിക്കും. പക്ഷെ പണ്ട് കാണാപ്പാഠം പഠിച്ചിട്ട് എനിക്ക് പ്രയോജനപ്പെടുന്നില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ട് നമുക്ക് വചനം അറിയാം, പക്ഷെ അത് പ്രയോജനപ്പെടുന്നില്ല. അങ്ങനെ എത്തിയപ്പോഴാണ് പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളിലൂടെ എങ്ങനെയാണ് ഈ വചനം പുറത്തേക്ക് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾ സമ്മതിച്ചു കൊടുത്തിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് സമ്മതിച്ചു കൊടുക്കരുത്. ഇന്ന് മുതൽ തിരുത്തി പറയണം, ഇല്ല, അത് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് തന്നെ പറയണം. അയ്യോ ബ്രദറെ, ഞാൻ ഇപ്പോൾ ഒരു പ്രാർത്ഥനാ വിഷയം പറയാൻ വേണ്ടി വന്ന ബ്രദറെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ ഈ നിമിഷം മുതൽ പറയണം, ഞാനിത് അംഗീകരിക്കത്തില്ല. എന്താ അംഗീകരിക്കാൻ വേണ്ടി? രക്ഷപ്പെടാൻ പോവാ ഞാൻ. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അകത്തൊരു ഫൈറ്റ് ഉണ്ടാവും. ഈ വിഷയത്തെ ഇങ്ങനെ പിന്നെയും ഉയർത്തിക്കൊണ്ട് വരും. ഈ വിഷയം പിന്നെയും പൊങ്ങി വരുമ്പോൾ പറയണം. നിങ്ങൾ തർക്കിക്കുന്നവരെ കണ്ടിട്ടില്ലേ? നമ്മൾ തർക്കിക്കുമ്പം മനുഷ്യനോട് തർക്കിക്കരുത്, നമ്മളോട് തന്നെ തർക്കിക്കണം. തർക്കിക്കുന്ന ആൾക്കാർ അവരെത്ര പറഞ്ഞു കൊടുത്താലും നമ്മൾ പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പോ 3 കൊമ്പോ അങ്ങനെയൊക്കെ പറയത്തില്ലേ? അതിൻ്റെ അർത്ഥം അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അവരിനി എങ്ങനെ പറഞ്ഞാലും 3 കൊമ്പെന്നല്ലേ. നിങ്ങൾ എത്ര സമ്മതിച്ചു കൊടുത്താലും അവരെന്ത് ചെയ്യത്തില്ല? അംഗീകരിക്കത്തില്ല. എത്ര ശ്രമിച്ചാലും അംഗീകരിക്കത്തില്ല. അതിൻ്റെ പ്രത്യേകത എന്നാ? അവരെന്താണോ മനസ്സിൽ കുറിച്ച് വെച്ചിരിക്കുന്നത് അതിന് വിരോധമായതിനെ അവർ സ്വീകരിക്കത്തില്ല. നിങ്ങളും അങ്ങനെ ആകണം. വാശി വേണം നമുക്ക്, മനുഷ്യനോടോ ലോകത്തോടോ അല്ല, നിങ്ങളുടെ വിഷയത്തോട്. കോംപ്രമൈസ് എന്നുള്ള പരിപാടി നമ്മളെ സഹായിക്കും. നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ എനിക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല ബ്രദറെ. നമ്മുടെ ധൈര്യം കർത്താവാന്നേ. എന്തിനായി പേടിക്കുന്നത്? ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഒറ്റയ്ക്കാണ് നിങ്ങൾ. പറ, യേശു എൻ്റെ കൂടെ ഉണ്ട്, പിന്നെ ലോകത്തിൽ ആരാ വേണ്ടത്? അമേരിക്കൻ പ്രസിഡന്റ് വന്നാൽ നമുക്ക് ഈ ധൈര്യം കിട്ടത്തില്ല, അറിയാവൂ. ലോകത്തിൽ ഏറ്റവും വലിയ ധൈര്യശാലി വന്നാൽ പോലും നമുക്ക് ഉറപ്പില്ല, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് കൈവച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർ, ആ രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞേ, ഞാൻ രോഗിയല്ല, യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇത് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. യേശുവെ ആരാധന. നിങ്ങൾക്ക് ഓഡിയോ ക്ലിയർ ആണോ? ഇടയ്ക്കൊന്ന് സൗണ്ട് മ്യൂട്ട്. ഓഡിയോ ക്ലിയർ ആണോ? ഓക്കെ, ഇടയ്ക്കത് എനിക്കൊന്ന് ഇപ്പോൾ റെഡിയായ ഇടയ്ക്കൊന്ന് കട്ടായായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ശ്രദ്ധിച്ചോണം, നിങ്ങൾ കൈ വെച്ചിട്ട് പറയേണ്ടത്, എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് അംഗീകരിക്കരുത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും, ബ്രദർ എന്തൊക്കെ ഈ പറയുന്നത്? യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ നോക്കിയാൽ മതി. മരിച്ച വീട്ടിൽ പോയിട്ട് കർത്താവ് പറയുക, മരിച്ചിട്ടില്ല, ഉറങ്ങുക. അവർ പറയുന്നു, കർത്താവ് എന്തുവായി പറയുന്നത്? ശിഷ്യന്മാരാണ് ഞെട്ടിപ്പോയി കാണും. കാര്യം അവിടെ കിടന്ന ആൾക്കാർ നിലവിളിയും കണ്ണുനീരും വിലാപവും ദുഃഖവും പ്രയാസവും ഒക്കെ ആയിട്ട് ആൾക്കാർ കാറി കൂവുമ്പോൾ യേശു പറയുക, മരിച്ചിട്ടില്ല, ഉറങ്ങുവാണ്. ആലോചിച്ച് നോക്കി. എന്താ കർത്താവേ, അങ്ങേക്ക് മാത്രം എല്ലാവരും മരിച്ചെന്ന് പറയുമ്പോൾ കർത്താവ് എന്തുകൊണ്ടാ കർത്താവ് പറയും, ഞാൻ സമ്മതിച്ച് താരത്തില്ല, വാശി വേണം. കർത്താവ് പറയുന്നു, മരിച്ചിട്ടില്ല, ബാല ഉറങ്ങുക. കരഞ്ഞുകൊണ്ടിരുന്ന അമ്മാച്ചൻ്റെ മോളും അമ്മാവൻ്റെ മക്കളും എല്ലാം പറയുന്നു, എൻ്റെ ദൈവം, ഞങ്ങൾ നെഞ്ചത്തടിച്ച് കലഞ്ഞ് ആ കൊച്ചിൻ്റെ നെഞ്ചി കൈവച്ചിട്ട് പറയാണ്, ഹാർട്ട് ബീറ്റ് അവിടെ ഇല്ല. കണ്ണ് അടച്ച അമ്മാമ്മ പറയുന്നു, അവിടെ ഞങ്ങൾ കണ്ടത് ആ കൊച്ചിനൊരു ശ്വാസവും ഇല്ല, ഒന്നുമില്ല. പക്ഷെ കർത്താവ് പറയുന്നത്, ബാലം മരിച്ചിട്ടില്ല, ഉറങ്ങുക. അപ്പോൾ ഒരു ചോദ്യം, ഇത്രയും ആൾക്കാർക്ക് ഈ കൊച്ചു മരിച്ചെന്ന് അംഗീകരിക്കാമെങ്കിൽ യേശുവെ അങ്ങേക്ക് എന്തുകൊണ്ട് ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല? യേശു പറയും, എൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന വചനം പറയുന്നു, അത് മരിച്ചിട്ടില്ല, ഇത് ഉറങ്ങുക. അവസാനം ആരാ ജയിച്ചത്? ആരുടെ വാശിയാണ് അവിടെ ജയിച്ചത്? ആരുടെ വാക്ക അവിടെ ജയിച്ചത്? യേശു പറഞ്ഞതുപോലെ സംഭവിച്ചു. ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുന്നത് പോലെ ആ മരിച്ച ബാല എണീറ്റ് വന്നു. ഇതാണ് വിശ്വാസി. നമ്മുടെ നായകൻ യേശുവാ. നമ്മൾ അനുഗമിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെയാ. ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം, നിങ്ങൾ പ്രശ്നമാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ വീണ്ടും അയ്യോ സഹോദരി ആ പ്രശ്നം എന്തായാലും ചോദിക്കാൻ ഒത്തിരി ബ്രദർമാർ കാണും. നിങ്ങൾ ജീവിതകാലം മുഴുവൻ അങ്ങനെ പോകത്തേ ഉള്ളൂ. ഇപ്പം മനസ്സിലായോ?
ഞാൻ നിങ്ങളെ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, ഒരു പ്രശ്നം പറഞ്ഞ് എനിക്കൊരു പ്രയർ റിക്വസ്റ്റ് അയച്ചാൽ പിന്നെയും പിന്നെ അയച്ചാൽ ഞാൻ തിരിച്ച് മറുപടി അയക്കാത്തതിൻ്റെ കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ നിങ്ങളുടെ പ്രശ്നത്തെ പ്രാർത്ഥിച്ചത് കഴിഞ്ഞ ഉടനെ ഞാൻ പിന്നെ അംഗീകരിക്കത്തില്ല. നിങ്ങൾ പിന്നെ അയക്കും, ബ്രദറെ ഒന്നും കൂടെ ഒന്ന് പ്രാർത്ഥിക്കുക ബ്രദറെ, ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. അതായിരിക്കും, ബ്രദറെ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചായിരുന്നു, എന്നാലും ബ്രദറെ ഒന്നും കൂടെ പ്രാർത്ഥിക്കാവോ, ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. ദേഷ്യം ഉണ്ടായിട്ടാണ്? അല്ല, ഞാൻ ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചു, കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിലും ഞാനത് ഏറ്റെടുത്തു. ഇപ്പം മനസ്സിലായോ? ഇതാണ് നിങ്ങളുടെ അകത്തോട്ട് കയറേണ്ടത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയാവോ? കാണാപ്പാഠം പഠിച്ച വചനം മരിക്കുന്നോടം വരെ ഹൃദയത്തിൽ കിടക്കും, ഒരു പ്രയോജനമില്ല. ഞാനൊരു വാക്കൊന്ന് പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ ഒരു ഫറവോന്റെ ആ ഒരു പിരമിഡിന്റെ അകത്തു നിന്നും ഏകദേശം ആയിരക്കണക്കിന്, ഞാൻ വർഷം ഓർക്കുന്നില്ല, ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള വിത്തുകൾ പൊതിഞ്ഞ് സൂക്ഷിച്ച് കിടന്നു എന്നാണ് പറഞ്ഞത്. ആ വിത്തുകൾ, ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള വിത്തുകൾ, നമ്മുടെ ഗോതമ്പ് പോലത്തെ വിത്തുകൾ ആ ഫറവോന്റെ ആ ഒരു പിരമിഡിന്റെ അകത്തു നിന്നും ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള വിത്ത് എന്ത് ചെയ്തു, കിട്ടിയെന്നാണ് പറഞ്ഞത്. അത് പിന്നീട് എന്ത് ചെയ്തു, അത് കണ്ടുപിടിച്ച ആൾക്കാർ അത് മൊത്തം കറക്റ്റായിട്ട് വീണ്ടും അത് ഒരു നിലത്തിൽ വിതച്ചപ്പോൾ വളർന്നു എന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കി, അത്രയും വർഷം അത് കേടാകാതിരിക്കുകയും അത് മുളച്ചുമില്ല, ഒരു കുഴപ്പമില്ലാതെ ഇരുന്നു. ബൈബിളിലൊരു വാക്യമുണ്ട്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം, അത് ചത്തുവെങ്കിലോ ഏറെ ഫലം കായ്ക്കും. അതായത് ആ വിത്ത് അവിടെ ഇരുന്നുകൊണ്ട് ഒരു ഗുണവുമില്ല. ആ ഫറവോന്റെ പിരമിഡിന്റെ അകത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾ ഒരു കേടുമില്ലാതിരുന്നു. പക്ഷെ അത് പുറത്തെടുത്ത് നല്ല നിലത്തോട്ട് ഇട്ടപ്പം അത് വളർന്നു പൊങ്ങി വന്നു. ഇതേപോലെയാണ് മരിക്കുന്നോളം വരെ വചനം കാണാപ്പാഠം പഠിച്ചുകൊണ്ടിരുന്ന അവിടെ കിടക്കും. പക്ഷെ ആ വചനത്തെ ഉപയോഗിച്ചാൽ നിങ്ങളുടെ അകത്തിരിക്കുന്നത് ഫലം കായ്ക്കും. ഞാൻ പറഞ്ഞതല്ല, യേശു പറഞ്ഞത്. കൈവച്ച് യേശുവിന്റെ നാമത്തിൽ, കർത്താവേ ഞാൻ രോഗിയല്ല. മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ കരച്ചിലൊക്കെ മാറ്റി കണ്ണീരൊക്കെ തുടച്ചിട്ടെന്ന് പറ, യേശു എന്നോട് പറയുന്നു ഞാൻ സമ്മതിച്ചു തരത്തില്ലെന്ന്, എന്നാ രോഗിയാന്ന്, യേശുവിൻ്റെ മുറിവിനാൽ സൗഖ്യമാന്നിരിക്കുന്നു, ഞാൻ അതിനെ സമ്മതിക്കുന്നു. ഇപ്പോൾ ഈ നിമിഷം രോഗത്താൽ ഭാരപ്പെടുന്നൊരു കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി യേശുവേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഇന്ന് അവിടെ ചൊരിയുന്നല്ലപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് കർത്താവിൻ്റെ വലിയൊരു സ്പർശനം ഇന്ന് അവിടെ ഉണ്ടാകുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സ്പർശനം ഇന്ന് അവിടെ ഉണ്ടാകുക. നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ, സമ്മതിച്ച് കൊടുക്കരുത് കേട്ടോ. നമ്മളെ പലപ്പോഴും നമ്മുടെ കൂടെ കർത്താവുണ്ട്, ആ ധൈര്യം മാത്രം മതി. അയ്യോ ബ്രദർ, എനിക്ക് ശരിക്കും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല ബ്രദർ, എനിക്ക് ശരിക്കും ആ ദൈവസന്നിധിയിലൊന്നും ഒരുങ്ങാൻ പറ്റില്ല ബ്രദർ, ഇതൊന്നും അല്ല വിഷയം. കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്, എപ്പോഴും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഇല്ല, ഞാൻ തകർന്നു പോകത്തില്ല. എൻ്റെ ധൈര്യം യേശുവാണ്, എൻ്റെ ബലം യേശുവാണ്, എൻ്റെ അനുഗ്രഹം യേശുവാണ്. ഇത് നിങ്ങൾ പറഞ്ഞ് ഇത് നിങ്ങൾ അംഗീകരിക്കണം. എൻ്റെ എല്ലാ കഴിവും യേശുവാണ്. പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ, കർത്താവെ ഞാൻ അത്ഭുതത്തെ സ്വീകരിക്കുകയാണ്, എൻ്റെ ശരീരത്തിൽ ഞാൻ അംഗീകരിക്കുന്നു, ഞാനതിനെ ധ്യാനിക്കുന്നു, ഞാനതിനെ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഈ നിമിഷം മുതൽ സമ്മതിച്ചു തരുന്നു. ഇത് പറഞ്ഞു കേട്ടിട്ട്, വചനം കേട്ടിട്ട് നിങ്ങൾ നാളെ മുതൽ, ഇപ്പോൾ ഈ നിമിഷം മുതൽ കറിക്കരിയാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അതും ഇതും പറഞ്ഞു പോകരുത്. കറിക്കരിയുന്ന സമയത്തും ഞങ്ങൾ പറയണേ ഞാൻ സമ്മതിച്ചു തരത്തില്ല. ഒരു ദേഷ്യം അങ്ങോട്ട് വരട്ടെ. ആ ദേഷ്യം കുടുംബത്തോടല്ല കേട്ടോ, നിങ്ങളുടെ വിഷയത്തോട്. ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല. എന്നിട്ട് ആ വചനം അങ്ങോട്ട് പറ. എന്നിട്ട് ആ വിശ്വാസത്തെ ആക്റ്റീവാക്ക്, ദൈവവുമായിട്ടൊന്ന് കണക്റ്റഡ് ആകുക. ആ സമയത്ത് ഇതും കാണാൻ പറ്റും. യേശു പറഞ്ഞതുപോലെ എങ്കിൽ നിന്നും ശക്തി പുറപ്പെട്ടു. ദൈവത്തിൽ നിന്ന് ശക്തി വന്ന് നിങ്ങളുടെ മേൽ അത്ഭുതമായി തീരും. കർത്താവെ നന്ദി പറയുന്നപ്പോൾ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവെ. ഞങ്ങളിന്ന് അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഈ നിമിഷം ഞങ്ങൾ ബ്ലസ് ചെയ്യുന്ന കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധ ആത്മാവേ, കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ ആരാധന. അങ്ങയുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ അങ്ങ് സ്പർശിക്കുന്നല്ലപ്പാ. ഞങ്ങൾ വിശ്വാസം എന്ന് അവരുടെ മേൽ കൈവെക്കുന്നപ്പാ. അതിരുകൾ വിസ്താരമായിട്ട്. ഞാനൊരു കാഴ്ച ഇങ്ങനെ കാണുമ്പോൾ, ഒരു 2 സഹോദരിമാർ ഒരുമിച്ച് ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തിട്ട് ഒരു ദർശനം ഞാൻ കാണുകയാണ്. അതിൻ്റെ ബാക്ക് സീറ്റിൽ ഇരുന്നുകൊണ്ട് ഒരു പേപ്പർ അതിങ്ങനെ മടക്കി പിടിച്ചുകൊണ്ട്, അതായത് പേപ്പർ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു, ഞാൻ ഈ കണ്ടത് ഒരു പോസ്റ്റ്, ഒരു ഫോം പോലെ, ഫോമല്ല, അതേപോലെ ഇരിക്കുന്ന ഒരു പേപ്പർ, അതായത് നമ്മൾ കൈ കൊണ്ട് എഴുതി വെച്ചേക്കുന്നതല്ല, പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു പേപ്പർ വെച്ചുകൊണ്ട് അത് കയ്യിലിരിപ്പുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് വിഷമിച്ച് ഒരു യാത്ര ഞാൻ കാണുന്നു. ആ കുടുംബത്തെ നോക്കിക്കൊണ്ട്, ആ സഹോദരിയെ നോക്കിക്കൊണ്ട് കർത്താവ് ഇങ്ങനെ പറയുന്നു, നീ ഭാരപ്പെടണ്ട, നിന്റെ യാത്രകളെ പോലും അറിയുന്ന കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ റെഡിയാകുക. കർത്താവ് ഇന്ന് അതിൻ്റെ മേൽ പ്രവർത്തിക്കാൻ വേണ്ടി പോവാണ്.
യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞാനിന്ന് പറയുമ്പോൾ 1964 ജനിച്ച 3 മക്കളുള്ള ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. 1964 ജനിച്ച 3 മക്കളുള്ള ഒരു സഹോദരിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ആ കുടുംബത്തിൻ്റെ മേൽ ദൈവാത്മാവായ ഇളയ തലമുറയെ ദൈവം സ്പർശിക്കുന്നു. ഇളയ മകളെ ഞാൻ കാണുന്നത് യേശുവിൻ്റെ നാമത്തിൽ. ആ മകളുമായി ബന്ധപ്പെട്ട് കർത്താവ് ഈ ദിവസങ്ങളിൽ വലിയൊരു സാക്ഷ്യം ഒരുക്കാൻ വേണ്ടി പോവാണ്. ആ മകളുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഭാരപ്പെടുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. ഇനി ആ ഭാരം വേണ്ട കേട്ടോ. കർത്താവ് ആ കാര്യത്തെ ഏറ്റെടുക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് യേശുവേ ആരാധന, യേശുവേ ആരാധന. ഞാൻ ഇതിൻ്റെ അകത്ത് ജാക്സൺ എന്നൊരു മകനെ കർത്താവ് സ്പർശിക്കുന്ന ഒരു കാഴ്ച കർത്താവിനോട് പറയുന്നു. എനിക്കറിയത്തില്ല, സൂമിലാണോ യൂട്യൂബിലാണോ എനിക്കറിയത്തില്ല. ജാക്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ കാണാൻ വേണ്ടി പോവുക. ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വലിയൊരു സ്പർശനം ഉണ്ടാകാൻ വേണ്ടി പോവുക. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് ബലപ്പെട്ട യേശുവിൻ്റെ നാമം ഈ ദിവസങ്ങളിൽ പറയണം. ഞാൻ സമ്മതിച്ചു, വാശിയകത്തോട്ട് കയറട്ടെ. പലപ്പോഴും ഞാൻ കണ്ട വിശ്വാസം എന്ന് പറഞ്ഞാൽ അയ്യോഭാവമാണ്. നമ്മൾ വിശ്വാസത്തിലേക്ക് വന്ന പിന്നെ നമ്മൾ അയ്യോഭാവങ്ങളാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അയ്യോഭാവം. പക്ഷെ ബൈബിൾ പറയുന്നത് നിങ്ങളൊരു പടയാളിയായിട്ടാണ് ബൈബിൾ കാണുന്നത്. അരയ്ക്ക് സത്യം കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാനത്തിന് സുവിശേഷം കാലിന് ചെരിപ്പായി ഒരു പടയാളിയെപ്പോലെയാണ് ബൈബിൾ നമ്മളെ കാണുന്നത്. നല്ലവർ പൊരുതുക എന്നൊക്കെ ബൈബിളിൽ പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പടയാളിയെപ്പോലെയാണ് ബൈബിൾ. നമ്മൾ ഭയങ്കര അയ്യോഭാവ, വാശി വേണം. ഒരു പടയാളിക്കകത്തൊരു വാശി വേണം. ഈ ദിവസങ്ങളിൽ വാശി കയറട്ടെ. ഇല്ല, ഞാൻ അംഗീകരിക്കത്തില്ല. ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഏത് വചനമാണോ കയ്യിലുള്ളത് അതൊന്ന് നിങ്ങൾ പുറത്തെടുത്തേ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവ് ഇന്ന് തൊടുന്നതിന് നന്ദി. ഈ ദിവസങ്ങളിൽ കടഭാരത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. കണ്ണടച്ചുകൊണ്ട് കാണണം. കടം കയറി നശിക്കുന്നതല്ല. നിങ്ങൾ സാക്ഷ്യം പറഞ്ഞ കർത്താവ് എനിക്ക് വേണ്ടി മിറക്കിൾ മണി തുറന്നു. രോഗികൾ കണ്ടേ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എന്നെ എണീപ്പിച്ചു. ഞാൻ രോഗക്കിടക്കയിലായിരുന്നു, സൗഖ്യത്തിലൂടെ കർത്താവിനെ നാട്. ഇത് കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഇതെല്ലാം വചനം പറയാം. അല്ലെങ്കിൽ ആ വചനം അവിടെ കിടക്കും. മരിക്കുന്നോളം വരെ ആ വചനം അവിടെ കിടക്കും. ഒരു പ്രയോജനമില്ല. ശക്തി ആ വചനത്തിലോട്ട് അടിക്കണോ? ഈ ദിവസങ്ങളിൽ പുറത്തെടുത്തേ. പ്രാർത്ഥിച്ചെന്ന് അനുഗ്രഹിക്കുന്ന കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവ് തൊട്ടതിന് നന്ദി, സൗഖ്യമാക്കിയതിന് നന്ദി. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് കർത്താവിൻ്റെ കൃപയാൽ സാക്ഷ്യത്തിൻ്റെയോ ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള സമയമാണ്. ചുരുക്കം വാക്കുകളിൽ പറയണം. ഇന്ന് അധികം സാക്ഷ്യങ്ങൾ ഞാൻ അധികം പെട്ടെന്ന് പ്രാർത്ഥന അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സമയം ഇച്ചിരി മുന്നോട്ട് പോയി. അതുകൊണ്ട് ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ള സമയമാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ പറഞ്ഞാട്ടെ. പറഞ്ഞോ ധൈര്യമായിട്ട് പറഞ്ഞു. ഇന്ന് രാവിലെ എടുത്തപ്പം ഒരു ഭയങ്കര വഴക്ക് കേട്ടാണ് ഉണരുന്നത്. നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെ സഹോദരങ്ങൾ തങ്ങളിലാണ് ഭയങ്കര മോശമായ അസഭ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അത് കേട്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത് പോലും. അപ്പോഴും ഞാൻ അങ്ങോട്ട് നമ്മുടെ വസ്തുവിനകത്തോട്ട് നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, അപ്പൊ ഈ ദേശത്തിന്റെ കാവൽക്കാരി ഞാനാണ്. ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്ന ഈ കലഹത്തിന്റെ ദുരാത്മാവിനോട് ഞാൻ കൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ആ ഭരണം വിട്ടു മാറിപ്പോകാൻ. എന്നിട്ട് എന്റെ ദൈവം നൽകുന്ന സമാധാനം ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവം നൽകുന്ന സമാധാനം ലോകം നൽകുന്നത് പോലല്ലെന്ന് എന്റെ ദൈവം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് പ്രാർത്ഥിച്ച ഒരു 5 മിനിറ്റിനകം ആ വഴക്ക് പൂർണ്ണമായിട്ടും ആ ഭവനത്തിൽ നിന്ന് മാറി. എല്ലാ മഹത്വം എന്റെ യേശുവിന്. ആമേൻ. നന്ദി കർത്താവ്. കർത്താവ് കൊടുത്ത സാക്ഷ്യത്തിന് നന്ദി. പ്രിയസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഞാനാണ് അധികാരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൽപ്പിച്ചു പ്രാർത്ഥിച്ചു. ഇന്ന് കലഹത്തെ പിടിച്ചു കെട്ടി യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പറയട്ടെ? പറഞ്ഞു ബ്രദറെ, എനിക്ക് 1 വർഷമായി ഭയങ്കര ചൊറിച്ചിലായിരുന്നു. ഈ കാലിന്റെ പുറകിൽ അങ്ങ് ഭയങ്കര ചൊറിച്ചില്ല, തൊടയുടെ മേളിലായിരുന്നു. അന്നേരം ഞാനത് മരുന്നൊന്നും തേച്ചിട്ടൊന്നും മാറിയില്ല കേട്ടോ. 2-3 ദിവസം ബ്രദറിന്റെ ഈ പ്രാർത്ഥന കേട്ട് ഞാൻ പറഞ്ഞു, യേശുവിന്റെ തിരുവുറവ് എനിക്ക് സത്യം വന്നിരിക്കുന്നു തന്നെ പറഞ്ഞേ. ഇന്നലെ ആ ചൊറിച്ചില് സത്യം പറഞ്ഞ ഇന്നും ഇല്ല, ഇന്നലെ ഒന്നും ആ ചൊറിച്ചില് പോയി. പിന്നെ വേറൊരു സാക്ഷ്യമുണ്ട്. എനിക്കൊരു പാലുണ്ണി ഉണ്ടായിരുന്നു. ആ പാലുണ്ണിയെ തൊട്ട് ഒത്തിരി നാളായ പാലുണ്ണി. എന്നാൽ ഞാൻ ഇന്നലെ ആ പാലുണ്ണിയെ തൊട്ട് യേശുവിന്റെ തിരുമുറിവാൽ തന്നെ സൗഖ്യം വന്നിരിക്കും, ഞാൻ അത് വിശ്വസിച്ച് തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞു. ആ പാലുണ്ണി ചുരുങ്ങി വരുന്നുണ്ട്. അത് പൂർണ്ണമായിട്ട് പിടിവിക്കുന്ന ഒരു ദൈവമാണ് എന്റെ ദൈവം.
ആമേൻ. തീർച്ചയായിട്ടും അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു വർഷമായിട്ട് ആ ചൊറിച്ചിലിന്റെ ബുദ്ധിമുട്ടാണ് നമുക്കറിയാം. ഒരു വർഷമായിട്ട് അത് പറഞ്ഞ പോലെ ട്രീറ്റ്മെന്റ് എടുത്തു, മരുന്ന് മേടിച്ചു, ഒരു രക്ഷയില്ല. പക്ഷേ ഈ ഒരു വർഷമായിട്ടൊന്നും ആലോചിച്ചോണ്ട് നമുക്ക് പറയും നമുക്ക് ഇടയ്ക്കൊക്കെ സംഭവിക്കുമ്പോൾ അത് പെട്ടെന്ന് അങ്ങ് മാറിപ്പോകും. പക്ഷേ ഒരു വർഷമായിട്ട് പ്രിയ സഹോദരി അത് ബുദ്ധിമുട്ടുന്നു, മരുന്നെടുത്തും മാറുന്നില്ല. പക്ഷേ വാശിയോടെ പറയാൻ തുടങ്ങി 2 ദിവസമായിട്ട് കർത്താവ് യേശുവിന്റെ തിരുമുറിവിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അത് പൂർണ്ണമായിട്ടും ഒരു മരുന്ന് ഉപയോഗിക്കാതെ തന്നെ അത് മാറി. കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ആ ഒരു പാലുണ്ണി അത് ചുങ്ങിപ്പോകാൻ ഇടയായി തീർന്നു. നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ ഉപയോഗിക്കണം. ഞാൻ പറഞ്ഞു നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത്. രോഗം എന്നുള്ളത് ഒരു കാര്യം ഞാൻ പറയാം, രോഗം ദൈവം തരുന്നതല്ല. നിങ്ങൾ എപ്പോഴും ഓർത്തോ, എനിക്ക് ദൈവം തരാത്ത ഒന്നും വേണ്ടെന്നേ. എന്തിനാ നമ്മൾ ആവശ്യമില്ലാത്ത, നിങ്ങൾ എപ്പോഴും ഓർത്തോ, അത് വേസ്റ്റ് ബിൻ അല്ല. നമ്മൾ രോഗമൊക്കെ വേസ്റ്റ് ബിന്നിൽ കൊണ്ടിടാനുള്ളതാണ്. നമ്മുടെ ശരീരം വേസ്റ്റ് ബിന്നല്ല, കർത്താവിൻ്റെ ചുമക്കാനുള്ളതാണ്. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? വേഗത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു. ഞാൻ ഒരു സാക്ഷ്യം പറയാൻ കാരണം ഞാൻ ദിവസം ഈ സൂമിലെ കണ്ടേച്ച് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഞാൻ അടുക്കളയിൽ നിന്ന് വീണ്ടും ഇത് ആവർത്തിച്ച് കേൾക്കും. യൂട്യൂബിൽ കൂടെ കേൾക്കാറുണ്ട്. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ കേൾക്കാൻ തുടങ്ങിയപ്പോ എന്റെ ഫോണ് ഒട്ടും വർക്ക് ചെയ്യുന്നില്ല. അതങ്ങ് ഒരു എരപ്പ് പോലെ കേൾക്കും. എനിക്ക് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്കങ്ങ് വിഷമമായിരുന്നു. ഞാൻ യേശുവിന്റെ നാമത്തിൽ എനിക്ക് കേൾക്കണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചപ്പോ ഇത് അത് ശരിയായി വന്നു. എന്നിട്ട് ഞാൻ കേട്ടപ്പോ ഞാൻ ഓർത്തു ഇതൊരു സാക്ഷ്യമാണല്ലോ. എന്നിട്ട് ഞാൻ മനസ്സിലോർത്തു, ഇതെങ്ങനെ സാക്ഷ്യം പറയുന്നത്, ഇത് ഇത്രയും ചെറിയ കാര്യം എങ്ങനെ സാക്ഷ്യം പറയുന്ന ഓർത്തു. പറയുന്നത് എങ്ങനെയാന്ന് നിങ്ങളോട് ഇരുന്നപ്പോഴത്തേക്കിന് വീണ്ടും ഇത് കട്ടായിപ്പോയി. ഇത് പറയേണ്ട, ഈ സാക്ഷ്യം പറയേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെ ഓർത്തതുമല്ല, വീണ്ടും ഇത് അങ്ങ് കട്ടായിപ്പോയി. ഇത് വർക്ക് ചെയ്യുന്നില്ല. വീണ്ടും ഞാൻ പറഞ്ഞു ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാവെന്ന് പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞപ്പം വീണ്ടും ഇത് വർക്ക് ചെയ്തു. ഞാൻ അവസാനം വരെ അത് കേൾക്കാൻ ദൈവം എന്നെ സഹായിച്ചു. ആമേൻ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, ഒരു സാക്ഷ്യം ചെറുതല്ല. പറഞ്ഞു. ഈ മനസ്സിന് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഇത് കേൾക്കാൻ പറ്റാഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അതുപോലെ എന്റെ പാസ്റ്റർ പറഞ്ഞില്ലേ 1964 പക്ഷെ 68 ഞാൻ എന്റെ ഹസ്ബൻഡ് 64 ജനിച്ചത്. പക്ഷെ എന്റെ കുഞ്ഞുങ്ങൾ എനിക്ക് 3 പേരാണ്. ഇളയ മോക്ക് വേണ്ടി ഞാൻ ഒത്തിരി ഭാരപ്പെടുന്നുണ്ട്. പ്രാവശ്യം ജർമ്മനിലൊക്കെ എക്സാം എഴുതാൻ നിന്നിട്ട് അവൾക്ക് പാസ്സായില്ല. അപ്പം ഇനി അടുത്ത എക്സാമിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത എക്സാം 10-ാം തീയതിയാണ്. അത് സെപ്റ്റംബർ 10-ാം തീയതിയാണ്. അതിനുവേണ്ടി ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് നല്ലൊരു അനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം ദേവാസനെ. തീർച്ചയായിട്ടും അത് ചെയ്തു കഴിഞ്ഞു. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞു. ആലോചന ഏറ്റെടുക്കുമ്പോൾ തന്നെ അത് നിങ്ങളുടെ മേൽ സംഭവിച്ചു കഴിഞ്ഞു. ധൈര്യത്തോടെ ഇരിക്കുക. കർത്താവ് അത് ചെയ്തു കഴിഞ്ഞു കേട്ടോ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു. ഞാൻ രാവിലെ മുതൽ എനിക്ക് വെള്ളം മൂക്കിന്ന് വെള്ളം ചാടിയിട്ട് വല്ലാത്തൊരവസ്ഥ ആയിരുന്നു. അപ്പൊ വൈകിട്ട് ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് തീരെ ശ്വാസം കിട്ടണില്ല. മൂക്കി കൂടെ ഒരു തരി പോലും ശ്വാസം വിടാൻ പറ്റുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ വിചാരിക്കുകയായിരുന്നു ഈ പ്രാർത്ഥന ഞാൻ ഇന്ന് കഴിയുമ്പോൾ, ഇത് കേട്ട് കഴിയുമ്പോൾ എനിക്ക് എന്റെ മൂക്കി കൂടെ തന്നെ ശ്വാസം വിടാൻ പറ്റിയിരിക്കും. കർത്താവിന്റെ നാമത്തിൽ അത് സംഭവിച്ചിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ എടുത്ത് ഞാൻ വീഡിയോ ഓണാക്കി ഇരിക്കാറില്ല. ഞാൻ വീഡിയോ ഓണാക്കി ഞാൻ എണീറ്റിരുന്ന് ഞാൻ ഈ പ്രയർ മുഴുവൻ കേട്ടോണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു തരി പോലും ശ്വാസം വിടാൻ പറ്റാതിരുന്നു. ഇപ്പൊ എന്റെ 2 മൂക്കിലൂടെ എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ അതിനു മുൻപ് അത്രയധികം ശ്വാസം കിട്ടാതെ വിഷമിച്ചതാണ്. എനിക്കത് ഇപ്പൊ ശ്വാസം വിടാൻ പറ്റുന്നുണ്ട് ബ്രദറെ. അതുപോലെ ഞാനെന്ന് വിചാരിച്ചായിരുന്നു ഇന്ന് എന്തെങ്കിലും, ഞാൻ എപ്പോഴും പറയും. അപ്പൊ ഇന്നലെയൊക്കെ ഞാൻ ഈ വചനം പറഞ്ഞ് 1-2 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു കുട്ടിയുടെ മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാനതിന് രാവിലെ ഒരു പ്രാർത്ഥന സഹായം ഗ്രൂപ്പിൽ ആവശ്യപ്പെട്ടിരുന്നാണ്. ഞാൻ അപ്പൊ തന്നെ അവരെ വിളിച്ച് പ്രാർത്ഥിച്ച് അവരെ മിഷൻ ഓക്കെ ആയിരുന്നു. വൈകുന്നേരം ഇപ്പൊ പറഞ്ഞിരുന്നു. വേറെ ഒരാൾക്ക് വയ്യാന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഈ വചനം പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിച്ച് അവർക്ക് കുറവുണ്ട്. അപ്പൊ ഞാനും എനിക്ക് വേണ്ടി ഞാൻ ഈ വചനം പറഞ്ഞത് മാറാതെ ഞാൻ മറ്റുള്ളവർക്ക് മാത്രം മാറിയാ മതിയോ കർത്താവേ, എനിക്കും മാറണ്ടേ അപ്പൊ അത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. കർത്താവ് അത്ഭുതം ചെയ്തു, എനിക്ക് ശ്വാസം കിട്ടുന്നുണ്ട്. അതുപോലെ 1964 ഇന്ന് എന്നെ കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് ഇതിൽ കേൾക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ 1964 എന്ന് ഞാൻ കേട്ടു. അതെന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. പക്ഷെ 2 പിള്ളേരാണ് എനിക്കുള്ളത്. ഒന്ന് മോളാണ്,
ആ മോൾക്ക് വേണ്ടി ഞാൻ ഇന്നലെ ഇന്നൊക്കെ വളരെയധികം ഭാരപ്പെട്ടു. അപ്പൊ അവള് പറയുമായിരുന്നു, അമ്മ പ്രാർത്ഥിക്കുന്നത് എന്തായാലും എനിക്ക് കിട്ടാതിരിക്കില്ല, അപ്പൊ എനിക്ക് ഈ സമാധാനം കിട്ടുമമ്മേന്ന് അവള് പറയുണ്ടായിരുന്നു. ഇന്നത് കേട്ടപ്പോഴും അതിലേറെ സന്തോഷമുണ്ട്. 3 പിള്ളേരില്ലെങ്കിലും 2 പിള്ളേരാണെങ്കിലും ആ ഡേറ്റും പറഞ്ഞ് ആ മോളുടെ കാര്യവും പറഞ്ഞതില് സന്തോഷം. ഞാൻ കൂട്ടായ്മയിലൊക്കെ പോകുന്നുണ്ട്. നാളെ കൂട്ടായ്മയ്ക്ക് വയ്യ, പക്ഷെ ഞാൻ നാളെ എത്തും. കർത്താവിന്റെ അനുഗ്രഹത്താൽ ഞാൻ അവിടെ എത്തുന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. അതും നടക്കും. ഇത് ആമേൻ. കേട്ട് തുടങ്ങിയ പിന്നെയാണ് ബ്രദറെ എനിക്ക് വചനം പറഞ്ഞ്, ഇപ്പൊ എന്തെന്നോട് ആര് പറഞ്ഞാലും അപ്പൊ തന്നെ അതിന് എന്തെങ്കിലും ഒരു വചനം പറയാൻ എനിക്ക് കഴിയുന്നുണ്ട്. അത് ഞാൻ ഈ ഇത് കേട്ട് തുടങ്ങിയ പിന്നെയാണ്. എന്റെ പ്രാർത്ഥനയായിരുന്നു എനിക്ക് ഇതേമാതിരി വചനം പഠിക്കണം എന്നുള്ളത്. അത് ഈ ഇതിൽ കയറിയ പിന്നെയാണ് എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഇങ്ങോട്ട് ആരെങ്കിലും പറയുമ്പോഴേക്കും അതിന് അങ്ങോട്ട് വചനം പറയാൻ പറ്റി തുടങ്ങിയത്. ഞാൻ ഈ പ്രാർത്ഥനയിൽ കയറിയ പിന്നെയാണ് കർത്താവ് എന്റെ ആഗ്രഹം സാധിച്ചു തന്ന്. അതുപോലെ അന്യഭാഷ പറഞ്ഞപ്പോ അതുകൂടി പറയുന്നത്, അന്യഭാഷ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സഭയിൽ പോയിട്ട് ആദ്യമായിട്ട് ഞാൻ അതിന്റെ ഒരു വലിയ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യപ്പോ, യൂത്തിന്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യപ്പോ ഈ അന്യഭാഷ എന്താന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്തൊക്കെയൊക്കെ ഇരുന്ന് ആരൊക്കെ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്താണ് ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവില്ല. എനിക്ക് അടുത്ത പ്രാവശ്യം ഇതേപോലത്തെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോ ഇതേമാതിരി പറയാൻ എനിക്കും പറ്റണേ എന്ന് വിചാരിച്ച് ഞാൻ അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു. പിന്നത്തെ ഞായറാഴ്ച സഭാരാധന നടക്കുമ്പോ എനിക്ക് ആ അനുഗ്രഹം കിട്ടിയിരുന്നു. 1-2 വാക്കുകളാണ് പറഞ്ഞിരുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസം ഇവിടെ അന്യഭാഷ ഉണ്ടായിരുന്നപ്പോ ഞാൻ എനിക്ക് കുറച്ചും കൂടി കിട്ടണേന്ന് പറഞ്ഞിരുന്നു. എന്റെ കർത്താവ് എനിക്ക് അതും സാധിച്ചു തന്നു. തീർച്ചയായിട്ടും സിസ്റ്റർ. കടഭാരവും എന്റെ പണയത്തിലിരിക്കുന്ന സ്വർണ്ണങ്ങൾ എടുപ്പിച്ചു തരാൻ എന്റെ കർത്താവ് മതിയായവനാണ്. മറ്റൊരുവരെ കൊണ്ടും അത് സാധ്യമല്ല. മറ്റെന്തിനേക്കാളും വലിയവൻ എന്റെ ഉള്ളിൽ ഇരിക്കുന്നു, അതിനാൽ എനിക്കെല്ലാം നടക്കുന്നു. എന്തായാലും ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ കയറിയത് എനിക്ക് വളരെ എത്ര പറഞ്ഞ തീർച്ചയായിട്ടും സിസ്റ്റർ, എനിക്കറിയാം എക്സൈറ്റ്മെന്റ് ഒത്തിരി ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പറയുവാൻ സാക്ഷ്യങ്ങൾ എനിക്കറിയാം. ദൈവം നിങ്ങളെ നിറയ്ക്കുന്ന കാര്യം സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റഡ് ചെയ്യാം, പക്ഷെ നമ്മളെ സമ്മതിച്ചു കൊടുക്കരുത്. കർത്താവിൽ ഞാൻ രോഗിയല്ല, എനിക്ക് ആരോഗ്യമുണ്ട് കാണണം. ഞാൻ ഇന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്ന് ശരീരത്തിൽ അസ്വസ്ഥത ഉണ്ടായിരുന്നു, രോഗമുണ്ടായിരുന്നു, പക്ഷെ വിട്ടുകൊടുത്തില്ല. കർത്താവിൻ്റെ തിരുമുറിവിലുള്ള വിശ്വസിച്ചു. ഇന്ന് സാക്ഷ്യം പറയുവാൻ കർത്താവ് ഇടയാക്കി തീർന്നു. ഇനി സിസ്റ്റർ അനുഗ്രഹിക്കട്ടെ. അനേകയിടങ്ങളിൽ പോയി കർത്താവിൻ്റെ കൃപയാൽ അനേകർക്കൊരു അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. എനിക്ക് 3 മക്കളും ഉണ്ട്. ഇളയ മോക്ക് വേണ്ടി ഇളയ മോക്ക് വേണ്ടി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് പ്രവർത്തിക്കും കേട്ടോ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്തോ ജാക്സൺ എന്ന് പറയുന്ന എന്റെ ചേച്ചിയുടെ മകനാ. അവൻ കേണലാണ്. അവനാണ് ജാക്സൺ, എന്റെ ചേച്ചിയുടെ മോനാ. ഏറ്റെടുത്തു സിസ്റ്റർ. കർത്താവ് ഇന്ന് ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഇന്ന് അവന്റെ മേൽ, അവരുടെ കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടും കേട്ടോ. താങ്ക് യു. പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ഞാൻ ആ കാര്യം ഏറ്റെടുക്കുന്നു. നന്ദി യേശു. ഗോഡ് ബ്ലസ് യു കേട്ടോ. ധൈര്യമായിട്ടിരിക്കും. പറഞ്ഞു. 64 എന്റെ സഹോദരിയാണ്, ഒരു ഇളയതാണ്. അല്ലല്ല, 3 മക്കളുള്ള 3 മക്കളിൽ ഇളയ മകളെയാണ് കർത്താവ് സ്പർശിക്കുന്നു പറഞ്ഞു കേട്ടോ. പിന്നെ ഒരു സാക്ഷ്യമുണ്ട് ബ്രദർ. പറഞ്ഞു. നമ്മുടെ മോന്റെ കുഞ്ഞെ പോയി മരത്തിലെ മോനെ ഈ ബോൾ കൊടുത്തപ്പോ ബാറ്റിങ് ചുമ്മാ അങ്ങനെ എറിയുമ്പോ അങ്ങനെ മോളിക്ക് അങ്ങനെ അടിച്ചു പോകാലോ പറഞ്ഞ് ഇട്ട് കൊടുത്തു. കുട്ടികൾ വെളിയിൽ പോയി. അപ്പൊ ബോള് മുകളിലെ 3 ചെറിയ കമ്പിൽ കുടുങ്ങിപ്പോയി. അപ്പൊ എന്റെ അടുത്ത് അച്ഛമ്മ ഒരു കമ്പി എടുത്തൊന്ന് എടുത്തു തരുമോ പറഞ്ഞു. അപ്പൊ ഞാനത് എടുക്കാൻ നോക്കുമ്പോ വലിച്ചാൽ കിട്ടണില്ല. എന്താ ആ ബോള് ഈ സ്മൂത്ത് ആയിട്ടുള്ള ഒരു പച്ച ബോൾ ഉണ്ടല്ലോ, പക്ഷെ അത് അങ്ങനെ ആയില്ല, അങ്ങനെ അമർന്നു പോയി. അതെടുക്കാൻ കിട്ടില്ല. പിന്നെ കൊരിയർ ഒരു ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ മരത്തിന്റെ മുകളിൽ കയറിയിട്ട് അതൊന്ന് എടുക്കാൻ പറ്റുമോ ചോദിച്ചു. ചേച്ചി ഞാൻ മരത്തിന്റെ മുകളിൽ കയറാറില്ല പറഞ്ഞു. അപ്പൊ അങ്ങനെ വിട്ടു. നമ്മുടെ ഹസ്ബൻഡിന് നോക്കി പറ്റിയില്ല, നല്ല ഹൈറ്റിലാണേ. അപ്പൊ ഞാനത് വിഷയത്തെ എങ്ങനെയെങ്കിലും എടുക്കണമല്ലോ, മകനാണെങ്കിൽ വരുമ്പോ ടൈം ആവും. അപ്പൊ ഞാൻ നന്നായി ഒന്ന് പ്രാർത്ഥിച്ചു. കമ്പി എടുത്ത് ആ കയറിനെ നല്ല 2-3 ചുറ്റിയിട്ട് ദൈവം നല്ല കേട്ട വചനം ഉണ്ടല്ലോ, 5 അപ്പം കൊണ്ട് 5000 പേര് വിളമ്പിയത് 2 മീനും കൊണ്ട് അങ്ങനെ പറഞ്ഞ് ശക്തമായി പ്രാർത്ഥിച്ചു. ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കണം പറഞ്ഞു. ഒരു വലിക്ക് വന്ന് 2ാമത്തെ വലിക്ക് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ടക്കുന്ന് അങ്ങനെ വെളിയിൽ വന്നു. വലിയൊരു അനുഗ്രഹമാണ് തന്നെ. അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ ആ കൊച്ചു ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും. പ്രശ്നമാക്കിയിരുന്നു എൻ്റെ അടുത്ത്.
പൊന്നൂസേ എടുക്കാൻ പറ്റില്ല. അത് അങ്ങനെ അമർന്നിരിക്കണം. അച്ഛ വരട്ടെ, അച്ഛ വന്ന് മുകളിൽ അങ്ങനെ കമ്പി എടുത്ത് കുത്തിയാൽ തന്നെ അത് വെളിയിൽ വരാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രസ്സായിരിക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ എന്നിട്ട് മോൻ വന്നിട്ട് പറഞ്ഞേ മാതിരി ചെയ്തു പറഞ്ഞപ്പോ അവിടെ ദൈവം പ്രവർത്തിച്ചു അല്ലേ ചോദിച്ചു. ആ പ്രവർത്തിച്ചു. തീർച്ചയായിട്ടും കർത്താവ് ഇന്ന് സഹായിച്ചതിന് നന്ദി പറയും. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും കർത്താവിൻ്റെ സഹായത്തിനായിട്ട് നമ്മൾ ചോദിക്കും. പ്രേസ് പറഞ്ഞ പോലെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും കർത്താവ് നമുക്ക് വേണ്ടി അത് ഇടപെടും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ട് വേഗത്തിൽ പറയുക. ചുരുക്കം വാക്കിൽ 1-2 സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു. പാസ്റ്റർ ഒരു കാര്യം ചോദിച്ചോട്ടെ പാസ്റ്ററെ. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരുടെ ഹസ്ബൻഡ് വർഷങ്ങളായിട്ട് കള്ളുകുടിയും ചീട്ടുകളിയാ വീട്ടില്. ഞങ്ങള് 2-3 പേര് ഞങ്ങളുടെ പാസ്റ്റർ എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതുവരെയും പുള്ളി ഒന്ന് ആ സ്വഭാവം തന്നെ ഒരു ചേഞ്ചസും ഇല്ല. അപ്പൊ നമ്മൾ എന്താ പാസ്റ്റർ ചെയ്യേണ്ടത്? നമ്മൾ ആ വചനം ഞാൻ പറഞ്ഞു സിസ്റ്റർ, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക, സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുക. ബൈബിളിൽ ഒത്തിരി വാക്യങ്ങളുണ്ട്. ഇന്ന് വിശുദ്ധയായ ഭാര്യ നിമിത്തം ശുദ്ധനായ ഭർത്താവ് യേശുവിലേക്ക് വരുമെന്നുള്ളത് കൊരിന്ത്യലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ദൈവത്തെ നമുക്ക് പ്രാർത്ഥന എന്നുള്ളത് വചനത്തിലുള്ള വിശ്വാസത്തിൻ്റെ 2ാം ഘട്ടമാണ് പ്രാർത്ഥന. അപ്പോൾ ഈ ദിവസങ്ങളിൽ ആ വചനം പറഞ്ഞ് അവകാശം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ കുടുംബം ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കും. ഇന്ന് ഈ കേട്ട വചനം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ആ വചനം റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യും, എങ്ങനെയാണെന്നുള്ളത് ക്ലാരിറ്റി വരും കേട്ടോ. ആ വചനം പറഞ്ഞുകൊണ്ട് ഈ വചനധ്യാനം ഒന്നുകൂടെ കേൾക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് ഓർഡറിലേക്ക് അത് വരും സിസ്റ്ററെ. കർത്താവ് കണ്ടിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഒരു വലിയ ഒരു അത്ഭുതം ഇന്ന് ദൈവം ഞങ്ങൾക്ക് പ്രവർത്തിച്ചു. ഇന്ന് രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞങ്ങളുടെ ഇവിടുത്തെ കരണ്ടിന്റെ വയറ് സ്വിച്ച് ബോർഡിനകത്ത് നിന്ന് കത്തി ഭയങ്കരമായിട്ട് കറുത്ത പുകയെല്ലാം കൂടെ ബ്രദറെ കേൾക്കുന്നുണ്ട് പറഞ്ഞു. അപ്പൊ അങ്ങനെ കറുത്ത പുക വന്ന് ഞങ്ങൾ എന്നാ ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഇച്ചിരി പ്രായമുള്ള ഒരാളാണ്. പെട്ടെന്ന് ഞാൻ മോനോട് പറഞ്ഞു, അയ്യോ ഇതെന്നാ ചെയ്യണ്ടോ, അയ്യോ പെര മുഴുവൻ കത്തി പോവുമല്ലോ നോട്ട് പേടിച്ച്. പിന്നെ അവൻ ഓടിച്ചെന്നു അത് പറഞ്ഞു. അതുപോലെ അതങ്ങ് മാറും. പ്രാർത്ഥിക്കാൻ ചെയ്യുക. അത് ഞാൻ എല്ലാവരെയും മ്യൂട്ട് ചെയ്യുവാണ്. കാര്യം ചില ആളുകൾ ആവശ്യമില്ലാതെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സാക്ഷ്യങ്ങൾ നമുക്ക് തുടർമാനമായിട്ട് ഇനിയും കേൾക്കാം. കർത്താവ് നമ്മളെ സകലത്തിലും ബലപ്പെടുന്നല്ലോ. നിങ്ങൾ സാക്ഷ്യം പറയാനുള്ളവർ നിങ്ങൾ മാത്രം മ്യൂട്ട് ചെയ്യുക. ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യുക, എനിക്ക് കുറച്ചും കൂടെ നല്ലതെന്ന് പറഞ്ഞാൽ ആരാണോ സാക്ഷ്യം പറയാൻ വേണ്ടിയുള്ളവർ, നിങ്ങൾക്കിപ്പം നിങ്ങളുടെ അവിടെ ഹാൻഡിൻ്റെ ഒരു എംബ്ലം ഉണ്ട്, ആ ഒരു അത് നിങ്ങൾ പ്രസ് ചെയ്യുക. സാക്ഷ്യമുള്ളവർ ഞാൻ അവരെ മാത്രമേ ഇനി മ്യൂട്ട് മാറ്റത്തുള്ളൂ. ആവശ്യമില്ലാതെ മ്യൂട്ട് മാറ്റി സംസാരിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയല്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈ കാണിക്കുക, ഞാൻ നിങ്ങളത് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ചുരുക്കം വാക്കുകളിൽ സാക്ഷ്യം പറയണേ. എനിക്ക് വന്ന് റിയാക്ഷൻ എനിക്കിവിടെ കാണുന്നുണ്ട്. ഓക്കെ, റിയാക്റ്റ് എന്നുള്ളിടത്ത് നിന്ന് കാണാൻ പറ്റും ആ ഒരു ഹാൻഡിൻ്റെ ഒരു എംബ്ലം. ഓക്കെ, ആരാ അത് മാറ്റിയേക്കുന്നത്? വിന്നി സഹോദരി, ഞാനിപ്പോൾ മ്യൂട്ട് മാറ്റാം. ഒരു സെക്കൻഡ് സിസ്റ്റർ, ഇപ്പം സംസാരിക്കാൻ പറ്റുമോ? പറഞ്ഞോ സിസ്റ്ററെ. ഹലോ ബ്രദറെ, പറഞ്ഞു. എന്റെ മോളുടെ പരീക്ഷയാണ് ബ്രദറെ, നാളെ മോളുടെ പരീക്ഷയാണ് നാളെ. നമ്മൾ ഒരുമിച്ച് എക്സാമിനവർക്ക് വേണ്ടി എല്ലാം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സിസ്റ്ററെ, കർത്താവ് അതിൻ്റെ മേൽ പ്രവർത്തിച്ചു കഴിഞ്ഞു, അത്ഭുതം കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയാം, ഏറ്റവും ഒടുവിൽ നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ധൈര്യമായിട്ടിരിക്കുക, കർത്താവ് അവിടെ അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും കേട്ടോ. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നമുക്ക് നാളെ ഒരുമിച്ച് വീണ്ടും കൂടാം. സാക്ഷ്യങ്ങൾ ബാക്കി നമുക്ക് തുടർമാനമായിട്ട് കേൾക്കാം. നിങ്ങൾ സാക്ഷ്യം പറയുന്നവർ ചുരുക്കം വാക്കുകളിൽ സാക്ഷ്യം പറയണം. നിങ്ങൾക്ക് ദൈവം ചെയ്തത് എനിക്കറിയാം, വലിയ എക്സൈറ്റ്മെൻറ്റുകളാണ് നമുക്ക് ദൈവം തരുന്നത്. വലിയ പ്രവൃത്തികളാണെങ്കിലും കഴിവതും നിങ്ങൾ ചുരുക്കം വാക്കുകളിൽ എന്ത് ചെയ്യുക, പറയുവാൻ ശ്രമിക്കുക.
നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. സാക്ഷ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പറയുക. നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾക്ക് വീഡിയോയുടെ റെക്കോർഡിംഗ് ആയിട്ട് സാക്ഷ്യങ്ങൾ അയക്കാൻ കഴിയുന്നവർക്ക് ദൈവം ചെയ്ത രോഗസൗഖ്യങ്ങൾ നിങ്ങൾക്ക് അയക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലേ ചെയ്ത് കേൾപ്പിക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ടൈം നമുക്കിനിയിപ്പം ഒരു ദിവസം അത് മിസ്സായാലും, ചിലർ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ചിലർക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റത്തില്ല. ഇന്ന് രാവിലെ വിളിച്ച സഹോദരനോട് പറഞ്ഞു മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ല, ഇവിടുന്ന് ഞാനത് മ്യൂട്ട് മാറ്റിയിട്ട് പോലും സ്റ്റക്കായി നിൽക്കുന്ന മാറാൻ കഴിയാത്തവരുണ്ട്. അങ്ങനെയുള്ളവർ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യുക, സാക്ഷ്യങ്ങൾ റെക്കോർഡായിട്ട് അയച്ചു തരിക, കറക്റ്റായിട്ട് അയച്ചു തരിക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, ലൈവിൽ കാണുന്നവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യൂട്യൂബിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യും. ഈ ദിവസങ്ങളിൽ കൂട്ടായ്മയിൽ പങ്കുചേരുക, പ്രാർത്ഥനകളിൽ സൂം പ്രയറുകളിൽ പങ്കുചേരുക, യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്നവർ ഷെയർ ചെയ്യുക, അനേകരിലേക്ക് ഈ വചനം കൊടുക്കുക. തകർന്ന അവസ്ഥകളെ പണിയപ്പെടുവാൻ കർത്താവിനെ സഹായിക്കും. നിങ്ങൾ ഫേസ്ബുക്കിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ ഇതിൽ ജോയിൻ ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. അനുഗ്രഹിക്കുന്നു. സൂമിൽ പ്രാർത്ഥന അവസാനിച്ചിട്ടില്ല. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകൾ